ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം. നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അഭിനേതാവ്, ഒരു നേതാവ്. ഇദ്ദേഹത്തിന്റെ ഓരോ കഥാപാത്രങ്ങളെയും ജനങ്ങൾ അത്രത്തോളം സ്നേഹിച്ചിരുന്നു, ആരാധിച്ചിരുന്നു, അതുപോലെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന് നല്ല സ്വീകാര്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഉത്തർപ്രദേശ് രാഷ്ട്രീയ കളരിയിലാണ് ഉള്ളത്. പ്ലീസ് വെൽക്കം ഉത്തർപ്രദേശിന്റെ കോൺഗ്രസ് നേതാവായ രാജ് ബബ്ബർ. ആപ്കി അദാലത്തിൽ ഇന്നത്തെ ഈ വിചാരണയുടെ ജഡ്ജി ആരാണെന്ന് വെച്ചാൽ പ്രസിദ്ധ എഴുത്തുകാരിയായ സ്മിത ഗുപ്തയാണ്. ആപ്കി അദാലത്തിൽ എപ്പോഴും ചെയ്യുന്നത് പോലെ ഇന്നത്തെ ജഡ്ജിയായ സ്മിത ഗുപ്ത അനുവാദം തരികയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ വിചാരണ ആരംഭിക്കാം. ഈ വിചാരണ തുടങ്ങാനായിട്ട് കോടതി അനുവാദം തന്നിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് വിചാരണ തുടങ്ങാം. ആപ്കി അദാലത്തിൽ രാജ് ബബ്ബറിന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ നേതാവും അഭിനേതാവുമായ രാജ് ബബ്ബറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം സിനിമാ ലോകത്തിന് ദ്രോഹം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ സിനിമാ ഇൻഡസ്ട്രിക്ക് വേണ്ടി പല സംഭാവനകളും ചെയ്തത് അറിയാം. പടങ്ങൾ താങ്കൾക്ക് പ്രശസ്തി നൽകി, പണം നൽകി, സ്റ്റാറാക്കി. പക്ഷെ താങ്കൾ പീക്കിലുള്ള സമയത്ത് ജനങ്ങൾ താങ്കളെ ഇഷ്ടപ്പെട്ടു, അവർക്ക് താങ്കൾ ആവശ്യമായിരുന്നു. പക്ഷെ അതെല്ലാം വിട്ടിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോയല്ലോ. ഞാൻ സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഞാനൊരു ആവേശം കൊണ്ട് ഒരു വെട്ടുകത്തിയെടുത്ത് എൻ്റെ കാലിൽ തന്നെ വെട്ടി. സത്യം പറയണമെങ്കിൽ എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ, എന്നെ വിശ്വസിച്ചൊരു ഉത്തരവാദിത്തം തന്നിരിക്കുന്നു. ജനങ്ങൾ എന്നിൽ നിന്ന് എന്തോ പ്രതീക്ഷിക്കുന്നു. എന്തോ പറയില്ലേ, ഇത്രയും പടങ്ങളിൽ ഹീറോ ആയി അഭിനയിച്ചതുകൊണ്ട് എനിക്കുള്ളിൽ തന്നെ ഒരു ഹീറോയിസം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ ഒരു ഹീറോ ആയി മാറി. എല്ലാവരും ആദരവ് പ്രതീക്ഷിച്ചു വരുമ്പോൾ എനിക്കത് കൊടുക്കണ്ടേ? പിന്നെ ഒരു തെറ്റായ കാര്യത്തിനും ഞാൻ ആദരവ് നൽകിയിട്ടില്ല. അതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്. എനിക്കെന്താണോ ശരിയെന്ന് തോന്നിയത്, എന്ത് ചെയ്താൽ ശരിയാകുമെന്ന് എനിക്ക് തോന്നിയോ അതിന് ഞാൻ ആദരവ് നൽകി. അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും നഷ്ടമായി. ഫിനാൻഷ്യലി എനിക്ക് ലോസായി. ഫിലിം ഇൻഡസ്ട്രിയിൽ സാമ്പത്തികമായിട്ട് പല നഷ്ടങ്ങളും ഉണ്ടായി. ഫിലിം ഇൻഡസ്ട്രിക്ക് വലിയ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, താങ്കളുടെ സിനിമയെ ദലാൽ റിലീസായ സമയത്ത് അത് ശരിക്കും ഹിറ്റായിരുന്നു. അതിനുശേഷം ധാരാളം പടങ്ങൾ താങ്കൾക്ക് വന്നുകൊണ്ടിരുന്നു. അതും സത്യമാണ്. ഞാൻ ആദ്യമായി രാജ്യസഭയിലേക്ക് MP ആയി പോകുമ്പോൾ എന്റെ കയ്യിൽ 63 പടങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് രാജ്യസഭയിൽ പോസ്റ്റിംഗ് കിട്ടി. ഞാൻ അകത്തേക്ക് ചെല്ലുന്നതിന് മുൻപ് എന്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. ഇത് വെറും പദവി മാത്രമല്ല, ഞാൻ നന്നായി പ്രയത്നിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കയ്യിലുണ്ടായിരുന്ന 63 പടങ്ങൾ ഞാൻ വിട്ടുകളഞ്ഞു. സോ രാഷ്ട്രീയത്തിൽ എന്റെ ഇടപെടൽ അധികമായി. താങ്കളെ സംബന്ധിച്ച് ചോദ്യങ്ങൾ കൂടുതൽ വരാൻ കാരണം താങ്കൾക്ക് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല, കുടുംബപരമായിട്ടുള്ള സപ്പോർട്ടൊന്നുമില്ല. താങ്കൾ കഷ്ടപ്പെട്ടാണ് ഈ ഫീൽഡിൽ വന്നത്. പക്ഷേ ധാരാസിംഗിന്റെ സിനിമകൾ കണ്ടാണ് താങ്കളും ഈ ഫീൽഡിലേക്ക് വന്നതായിട്ട് അറിഞ്ഞു. സർ, നിങ്ങൾ നന്നായി റിസർച്ച് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്. എനിക്ക് ആദ്യം കിട്ടിയ പടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് താരാസിംഗിന്റെ പടങ്ങൾ മാത്രമാണ്. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ താരാസിംഗ് സാറിൽ നിന്നും ചാടിയത് ദിലീപ് കുമാർ സാറിന്റെ അടുത്തേക്കാ. അതായത് താരാസിംഗിൽ നിന്നും ദിലീപ് കുമാർ. നോക്കൂ, ഇത് എന്റെ ജീവിതത്തിൽ 2 തരത്തിലുള്ള ഇൻസ്പിറേഷൻ ആണെന്ന് പറയണം. അങ്ങനെയാണ് ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. താങ്കൾ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് താങ്കളുടെ റോൾ നോക്കുകയാണെങ്കിൽ ഒരു പകുതി റോൾ മാത്രമേ ഉള്ളായിരുന്നു. അതെ, ഞാൻ ആ പടത്തിൽ 500 രൂപയ്ക്ക് വേണ്ടി അഭിനയിച്ചു. അതിന്റെ പേരാണ് ശാരദ. പിന്നെ മാത്രമല്ല, ആ പടത്തിൽ ഞാൻ സരിക മാഡത്തിന്റെ സെക്കൻഡ് ഹീറോ ആയിരുന്നു. പക്ഷെ എൻഡിലാണ് എന്റെ മുഖം തന്നെ കാണാം. ജിജേന്ദ്ര സാർ എന്നെ പിടിച്ചാൽ എന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് ചോദിക്കും. സരിക മാഡം പറയും ഇത് അവനാണെന്ന്. ഇതാണ് ലൈൻ ആ പടത്തിൽ. ഫിലിം ഇൻഡസ്ട്രിയിൽ താങ്കൾക്ക് ഒരു അംഗീകാരം കിട്ടാൻ വളരെയധികം സമയമെടുത്തു. ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ താങ്കൾക്ക് ശക്തി എന്നൊരു സിനിമയിൽ റോള് കിട്ടി. പക്ഷെ അവസാനം അമിതാഭ് ബച്ചൻ അതിൽ അഭിനയിച്ചു.
ആ അതെ, അത് സത്യമാണ്. എന്നെ സലീം ജാവിദ് സാർ ഡൽഹിയിൽ, അപ്പോൾ ഞാൻ നാടകത്തിൽ അഭിനയിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം എന്നെ പിക്കപ്പ് ചെയ്തത്. പിന്നെ അദ്ദേഹം എൻ്റെ നാടകം കണ്ട് സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടി വരാൻ പറഞ്ഞു. എൻ്റെ സ്ക്രീൻ ടെസ്റ്റ് ദിലീപ് കുമാർ സാറിന് ഇട്ട് കാണിച്ചിരിക്കുന്നു. പ്രൊഡ്യൂസർ മുസ്ലിയ സാർ ഉണ്ടായിരുന്നു, ഡയറക്ടർ രമേശ് സിപ്പിയും ഉണ്ടായിരുന്നു. ഞാൻ സെലക്റ്റായി. പിന്നെ ചില കമേഴ്ഷ്യൽ കാരണങ്ങൾ കൊണ്ട് എന്നെ ആ പടത്തിൽ നിന്നും മാറ്റിക്കളഞ്ഞു. പക്ഷെ അത് ആദ്യമേ സൈൻ ചെയ്തതാണ്. പിന്നെ അമിതാഭ് ബച്ചൻ അഭിനയിച്ചാൽ കുറച്ചുകൂടി നന്നായിട്ട് ഓടുന്നവർ വിചാരിച്ചോ? അതും സത്യമാണ്. അദ്ദേഹം അപ്പോൾ സ്റ്റാറായിരുന്നു, ഞാൻ പുതിയതായി വന്നതായിരുന്നു. ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ജാവിദ് സാർ ഇതിനെക്കുറിച്ച് റീസെൻ്റായി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ പടത്തിൽ മെയിൻ ക്യാരക്ടർ ചെയ്യാനിരുന്നത് ഒരു ചെറിയ ചെക്കനാണ്, അവൻ്റെ പേരാണ് രാജ് ബബർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ കാര്യം ഞാനിവിടെ സമ്മതിക്കുന്നു. ഞാൻ ഇതുവരെ ഈ കാര്യം എവിടെയും സംസാരിച്ചിട്ടില്ല. മറ്റൊരു കാര്യം കൂടി നമുക്ക് ഓപ്പൺ ചെയ്യാം. നമക് ഹലാൽ എന്നുള്ള സിനിമയിൽ താങ്കൾക്ക് വലിയൊരു റോൾ ഓഫർ വന്നിരുന്നു. ആ റോൾ നോക്കുകയാണെങ്കിൽ അത് താങ്കളുടെ അടുത്തു നിന്ന് എടുത്ത് ശശി കപൂറിന് കൊടുത്തു അവസാനം. സർ, എൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഒരുപാട് നടന്നിട്ടുണ്ട്. എനിക്ക് കിട്ടേണ്ടതെല്ലാം ആരോ ഒരാൾ വന്ന് തട്ടിക്കൊണ്ടുപോകും. അല്ല, തട്ടിക്കൊണ്ടുപോകുമെന്ന് പറയാൻ പറ്റില്ല. എന്നെ പ്രകാശ് നായർ സാർ 2 പടത്തിന് സൈൻ ചെയ്യിപ്പിച്ചു. അതിലൊന്ന് നമക് ഹറാമാണ്, മറ്റൊരു പടവും ഉണ്ടായിരുന്നു നമക് ഹലാൽ. സോറി, ഇപ്പം എനിക്ക് ആ പേര് തന്നെ ഓർമ്മയില്ലല്ലോ. അത് നമക് ഹറാമാണോ ഹലാലാണോ എന്ന്. നമക് ഹലാൽ തന്നെ. സൈൻ ചെയ്ത് ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയി. ഞാൻ അവരോട് തെളിച്ചു പറഞ്ഞു, എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല, എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണമെന്ന്. അവരെനിക്ക് താമസിക്കാൻ 1 വർഷം സ്ഥലം തന്നു. പിന്നെ ഈ റോൾ ചില കാരണങ്ങൾ കൊണ്ട് നിനക്ക് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് ഇനിയും 1 വർഷത്തേക്ക് ഞാൻ കാലിയാക്കല്ലെന്ന് പറഞ്ഞു. അപ്പൊ എപ്പോ കാലിയാക്കെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 31 ഡിസംബർ 17 കാലിയാക്കാന്ന് പറഞ്ഞു. അതായത് ഡിസംബർ 1 തീയതിയാണ് ഞാൻ അവിടെ പോയിരുന്നത്. എന്നെ അവർ മേലോട്ടും താഴോട്ടും നോക്കി. എനിക്ക് റോൾ തന്നില്ലെങ്കിലും എന്നെ അവർ 1 വർഷം അവിടെ താമസിപ്പിച്ചു. ആ വീട്ടിൽ താമസിച്ചതുകൊണ്ടാണ് ഇന്ന് എനിക്ക് മുംബൈയിൽ ഒരു വീട് വാങ്ങാൻ സാധിച്ചത്. ഇത് സത്യമാണോ? താങ്കൾക്ക് ഈ ഇൻസാബ് കാ തരാസു എന്ന സിനിമയിൽ നല്ലൊരു റോൾ ലഭിച്ചിരുന്നു. മറ്റുള്ള ആർട്ടിസ്റ്റുകൾ അഭിനയിക്കാൻ വിസമ്മതിച്ചുകൊണ്ടാണോ താങ്കൾക്ക് ആ റോൾ കിട്ടിയത്? ആ റോൾ ആരും അഭിനയിക്കാൻ തയ്യാറല്ലായിരുന്നു. അതെ, ആ റോൾ അഭിനയിക്കാൻ ആരും തയ്യാറല്ലായിരുന്നു. അത് വളരെ നെഗറ്റീവായ റോളാണ്. അതായത് ഏതൊരു ആക്ടർ അതിൽ അഭിനയിച്ചാലും അദ്ദേഹത്തിന്റെ ഇമേജ് ചീത്തയാവും വിധത്തിലായിരുന്നു അത്. പക്ഷെ ചോപ്ര സാർ എനിക്ക് വേണ്ടി ആ റോൾ ഓഫർ ചെയ്യുമ്പോൾ സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി. എനിക്ക് ആ റോൾ വളരെ ഇഷ്ടമായിരുന്നു. മറ്റുള്ളവരെന്തുകൊണ്ട് അഭിനയിച്ചില്ലെന്ന് എനിക്കറിയില്ല. ഞാനൊരു തിയേറ്റർ ആക്ടറായിട്ട് അവിടെ പോയതുകൊണ്ട് ഒരു ഘട്ടത്തിലും അത് ഞാൻ നെഗറ്റീവ് റോളാണോ പോസിറ്റീവ് റോളാണോ ചെയ്യുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. തിയേറ്ററിൽ ഞങ്ങൾ പലതരത്തിലുള്ള റോൾസും ചെയ്യും. വളരെ അത്ഭുതകരമായ റോൾസ് ചെയ്യും. സെൻട്രൽ റോളായിരിക്കും. എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ ആ സിനിമയുടെ മുഴുവൻ കഥയും ആ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. അവൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിലൂടെയാണ് കഥ മൂവ് ആകുന്നത്. മറ്റുള്ള ക്യാരക്ടേഴ്സൊക്കെ സപ്പോർട്ടിംഗ് ആണ്. സീനത്തും സപ്പോർട്ടിംഗ് ആണ്, പരയും സപ്പോർട്ടിംഗ് ആണ്. മെയിൻ റോൾ ഇതാണ്. ഞാൻ ആ റോളിൽ അഭിനയിക്കുമ്പോൾ ഞാൻ എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, ചോപ്ര സാറിനോട് ഞാനിത് തീർച്ചയായും ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് സ്നേഹത്തോടെ ആ റോളിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. പിന്നെ മെല്ലെ മെല്ലെ എനിക്ക് എന്ത് തോന്നിയെന്ന് വെച്ചാൽ ആ റോൾ എനിക്ക് വേണ്ടി എഴുതിയതാണെന്ന് തോന്നി. എനിക്ക് വേണ്ടിയല്ല, അതിനുവേണ്ടി ഞാൻ ജനിച്ചതാണെന്ന് തോന്നി. ആ വിജയം എനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ പടത്തിന്റെ പ്രീമിയറിൽ എന്റെ അമ്മയോടൊപ്പം ഞാൻ വിജ്ഞാഭവനിൽ പടം കാണാൻ പോയിരുന്നു. ഞങ്ങളുടെ കയ്യിലന്ന് വണ്ടിയൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ കുടുംബത്തോടെ ടാക്സിയിലാണ് പോയത്. ആ പടം കണ്ടിട്ട് ഇന്റർവെൽ സമയത്ത് ഇരിക്കുമ്പോൾ എന്നെ ആരും തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ ആ പടത്തിന്റെ അവസാനം നന്നായി ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. എല്ലാവരും ചീത്ത പറഞ്ഞു. കണ്ടവരെല്ലാം ചീത്ത പറയാൻ തുടങ്ങി. പ്രത്യേകിച്ച് പറഞ്ഞാൽ സ്ത്രീകൾ ഒരുപാട് ചീത്ത പറഞ്ഞു. എന്റെ അമ്മയ്ക്ക് അത് കണ്ട് വല്ലാതെ വിഷമമായി. ഞങ്ങൾ കാറിൽ കയറിയതും അവർ കരയാൻ തുടങ്ങി. ഞാൻ വിചാരിച്ച അവർ സന്തോഷം കൊണ്ടാ കരയുന്നതെന്ന്. എന്റെ മകൻ സിനിമയിൽ അഭിനയിച്ച സന്തോഷം കൊണ്ടാ കരയുന്നതെന്ന് വിചാരിച്ചു. ഞാൻ ഉടനെ അമ്മയുടെ കാല് തൊട്ടു. അവര് സന്തോഷം കൊണ്ടാ കരയുന്നതെന്ന് വിചാരിച്ച് എന്റെ തല തൊട്ട് ആശീർവാദം ചെയ്യുന്നു വിചാരിച്ച് ഞാൻ കാൽ തൊട്ട് വന്നിച്ചു. ഞാൻ കാൽ തൊട്ടതും എന്റെ തലയിൽ കൈവച്ച് അവര് പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കുറയ്ക്കാം, പക്ഷെ ഇങ്ങനെ അഭിനയിക്കല്ലേ.
എനിക്ക് അപ്പോഴാണ് തോന്നിയത് എൻ്റെ 3 വർഷത്തെ നാടകത്തിലെ ട്രെയിനിങ്ങും എൻ്റെ കഠിനാധ്വാനവും അതെല്ലാം എൻ്റെ അമ്മയുടെ വാക്കുകളിലൂടെ ഞാൻ മനസ്സിലാക്കി. ഞാൻ വിജയിച്ചു എന്ന്. പിന്നെ എൻ്റെ അമ്മയ്ക്കും മനസ്സിലായി ഇവൻ ഇതേ ചെയ്യൂ, വേറെ ഒന്നും ചെയ്യില്ല എന്ന്. സോ അത്രമാത്രം പ്രാധാന്യമുള്ളതായിരുന്നു ആ വിജയം. പക്ഷേ അതിനുശേഷം കഥ മൊത്തത്തിൽ മാറി. ഇത് പഴയൊരു മാഗസീനാണ്, 1984 സ്റ്റാർഡസ്റ്റ് മാഗസീനാണ്. അതിലൊരു ന്യൂസ് ഉണ്ട്. ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ, അക്കാലത്ത് സീനത്ത് അമ്മൻ, രാമേശ്വരി, പത്മിനി കോളാപുരി, സ്മിത പാട്ടീൽ എല്ലാവരും രാജ് ബവറിനോടൊപ്പം അഭിനയിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇവരെല്ലാവരും അദ്ദേഹം സിമ്പിളാണ്, ഹമ്പിളാണ്, ഗുഡ് ലുക്കിംഗ് ആണെന്നാണ്. എന്നോട് ചോദിച്ചാൽ ഇതൊന്നും ഒരു കുറ്റാരോപണമല്ല. പക്ഷേ ഇക്കാലത്ത് ഇതൊക്കെ ഒരു കുറ്റാരോപണമാണെന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിച്ചേരാം. താങ്കൾ പറയുന്നത് സത്യമാണെങ്കിൽ അപ്പോൾ ഇതും സത്യമായിരിക്കുമല്ലോ. സ്മിത പാട്ടീലിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ സാലറി പകുതിയായിട്ട് കുറയ്ക്കുമെന്ന് കേട്ടു. ദേ നോക്കൂ ജഡ്ജ് മാഡം, ഇപ്പൊ ഞാൻ സ്മിത പട്ടേലിനെ കുറിച്ച് വളരെ ഓപ്പണായി സംസാരിക്കാൻ പോവാണ്. അതെ, സത്യമാണ്. അവര് നല്ല ഒരു നടിയാണ്. അവരോടൊപ്പം ചേർന്ന് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അത് അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അതിനുശേഷം മറ്റു ചില കാര്യങ്ങളും ഇഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെ 2 കാര്യങ്ങളും ഉണ്ടായിരുന്നെന്ന് വേണം പറയാൻ. അതായത് ഒരു നല്ല നടിയോടൊപ്പം ജോലി ചെയ്യാൻ അവസരം കിട്ടുക എന്നതും അവരോടൊപ്പം പുറത്തു പോകാൻ ഒരു ചാൻസ് കിട്ടുക എന്ന് പറയുന്നതും ഒക്കെ. താങ്കൾക്ക് നേരിട്ട് തന്നെ പറയാമല്ലോ താങ്കൾക്ക് പ്രേമം വന്നു എന്ന്. ഇപ്പൊ എനിക്ക് ഇവരുടെ മുഖമൊക്കെ കാണാൻ നാണം തോന്നുന്നു. കാരണം ഇവരെന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്ന് ആലോചിച്ചിട്ട്. ഒരുപക്ഷെ ഞാൻ അവിടെ 2-മത്തെയോ 3-മത്തെയോ റോയിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ എൻ്റെ പ്രേമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞേനെ. പക്ഷെ ആ സമയത്ത് താങ്കൾ വളരെ കോൺഷ്യസ് ആയിരുന്നു. അതായത് ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള ന്യൂസുകളൊന്നും പേപ്പറിൽ വരാൻ പാടില്ലെന്നുള്ള ശ്രദ്ധയോടുകൂടി ഇരുന്നെന്ന്. ഇല്ലല്ലോ. ആ കാലഘട്ടത്തിൽ ടേക്ക് 2 എന്നൊരു ന്യൂസ് പേപ്പർ വന്നിരുന്നു. അത് എൻ്റെ സുഹൃത്തിൻ്റെതായിരുന്നു. ചില മാസങ്ങൾ അവർക്കെന്തോ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവർക്ക് കുറച്ച് കാശിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഒരു മാഗസിൻ നടത്താൻ ഒരുപാട് കാശ് വേണ്ടേ? അപ്പോഴൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒന്ന് സഹായിച്ചു. പക്ഷെ ഈ കാലഘട്ടത്തിൽ ആ മാഗസിൻ വളരെ വലുതായി. പിന്നെ ഫിലിം മാഗസിൻസും ഒക്കെ തുടങ്ങി. അദ്ദേഹം ഡൽഹിക്കാരനായിരുന്നു, എന്റെ നാട്ടുകാരനായിരുന്നു. അതുകൊണ്ട് ഞാൻ സഹായിച്ചു. അദ്ദേഹത്തോട് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇതുവരെ അദ്ദേഹം എന്റെ ഒരു ഇന്റർവ്യൂ പോലും എടുത്തിട്ടില്ല. അതിൽ എന്നെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ പോലും വന്നിട്ടില്ല. അത് ആലോചിക്കുമ്പോൾ കുറച്ച് വിഷമമുണ്ട്. അതായത് അദ്ദേഹം താങ്കൾ അഭിനയിച്ച സിനിമകളിലെ സീൻ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ്. ഇദ്ദേഹത്തിന്റെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ. ഇത്രയും ഓഡിയൻസിന്റെ ഇടയിൽ ഞാനും നിങ്ങളുടെ ഒരു ഓഡിയൻസ് ആണ്. കുഞ്ഞുനാൾ മുതലേ എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാം. അതെ, നിങ്ങളുടെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിച്ചത് അതേ സ്കൂളിലാണ് ഞാനും പഠിച്ചത്. യെസ്, നിങ്ങളുടെ അമ്മ, പിന്നെ നിങ്ങളുടെ സിസ്റ്റർ അഞ്ജു, ബ്രദർ സതീഷ്. ഓ, ഞാൻ നിങ്ങളുടെ നൈബറായിരുന്നു സാർ. നിങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലായിരുന്നു. താങ്കൾ ഇവിടെ വരുന്ന കാര്യം അറിഞ്ഞപ്പോ എനിക്ക് ഇവിടെ വരാതിരിക്കാൻ സാധിച്ചില്ല. എങ്ങനെയോ കഷ്ടപ്പെട്ട് വന്നു ഞാൻ നിങ്ങളെ കാണാൻ. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ശരിക്കും സന്തോഷവതിയാണ്. അന്നൊക്കെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ കൂടെ വരുമായിരുന്നു. നിങ്ങളുടെ അമ്മ വളരെ സ്നേഹത്തോടെയാണ് നോക്കിയിരുന്നത്. ഞാൻ താങ്കളുടെ സിസ്റ്ററിന്റെ കൂടെയാണ് പഠിച്ചത്. താങ്കൾ എന്റെ സീനിയർ ആയിരുന്നു സാർ. സാർ, താങ്കൾ അടുത്ത തവണ വരുമ്പോൾ തീർച്ചയായും എന്റെ വീട്ടിലേക്ക് വരണം സാർ. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തെ കുറിച്ച് താങ്കൾക്ക് വളരെ നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കുറച്ച് മസാലയൊക്കെ കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് സാറിനെ പറ്റി അറിയാവുന്നവരെയും സിനിമ എന്ന് പറഞ്ഞ സാറിന് ജീവനാണ്. പിന്നെ സിസ്റ്ററിന്റെ അടുത്ത് നിറയെ കാര്യങ്ങള് ഞാൻ ചോദിച്ചറിയാറുണ്ട്. കൂടെ ഞാൻ സാറിന്റെ വീട്ടിൽ വരാറുണ്ട്. ഇവര് പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഈ പ്രേമമൊക്കെ സ്കൂൾ ഡേയ്സിൽ നിന്ന് തുടങ്ങിയെന്നാണ് കരുതുന്നത്.
പിന്നെ സാറിനെ എനിക്ക് കാണാൻ പറ്റിയത് ഈശ്വർ ഗവാർ സാർ കാരണമാണ്. അവരോട് ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. വളരെ സന്തോഷം. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല സാർ. ഞാൻ വളരെ പ്രതീക്ഷിച്ച നാളാണിത്. നിങ്ങൾ എന്തായാലും എനിക്ക് കാണണമെന്ന് ഞാൻ കരുതി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് സാർ ഞാൻ നിങ്ങളെ കാണുന്നത്. ആഗ്രയുടെ അടുത്ത് ഒരു സ്ഥലമുണ്ട് സാർ. ദയവ് ചെയ്ത് ഇങ്ങനെ പറയല്ലേ. ഇപ്പോഴത്തെ ജനറേഷൻ ഉണ്ടല്ലോ, കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അവര് വേറെ മാതിരി ചിന്തിക്കും. അതെന്റെ സ്നേഹമാണ് സാർ. രാജ് ബബ്ബർ സാർ വരുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അന്നു മുതൽ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് എനിക്ക് ദിവസവും ഫോൺ ചെയ്യുമായിരുന്നു. എന്തായാലും കാണണമെന്ന് പറഞ്ഞു സാർ. ഞാൻ പറഞ്ഞ അന്നു മുതൽ ഇവര് ഉറങ്ങിയിട്ടേ ഇല്ല. ഉറക്കം വരുന്നില്ലെന്ന് എന്നോട് പറഞ്ഞു സാർ. താങ്കളുടെ ഒപ്പം സ്കൂളിൽ പഠിച്ചൊരു വ്യക്തിയാണ് താങ്കൾ ഇപ്പോൾ മീറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു വ്യക്തി താങ്കളുടെ ഹീറോയിനിയായ സൽമ ആഗ. അതെ, അവരോടൊപ്പം നിഖ എന്ന സിനിമയിൽ താങ്കൾ അഭിനയിച്ചു. അതെ, സിനിമയിൽ. അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിച്ചിരുന്നു. അവർ ഉത്തർപ്രദേശിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്താൻ പോവുകയാണ്, അതും രാജ് ബബ്ബറിനെതിരായിട്ട്. ആക്ച്വലി ആ പടത്തിന്റെ പേര് നിക്ക എന്നതിന് പകരം തലാഖ് എന്നായിരുന്നു. ഞങ്ങൾ എത്രയോ ശ്രമിച്ചു ആ പടത്തിന്റെ പേര് തലാഖ് എന്നുള്ളത് മാറ്റി നിക്ക എന്ന് വെക്കണമെന്ന്. പിന്നെ അവരുടെ ഇഷ്ടം. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അതായത് സൽമ മാഡം നല്ലൊരു വ്യക്തിയാണ്. അവർ വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല കാര്യങ്ങളെ സംസാരിക്കൂ. അവരെന്താ സംസാരിക്കുന്നതെന്ന് ഞാനും ശ്രദ്ധിക്കും. തെറ്റായിട്ട് വല്ലതും പറഞ്ഞാൽ അതിന് ഉത്തരം നൽകാമല്ലോ. രാജ് ബബ്ബർ സാർ, താങ്കൾക്ക് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ പല ഉത്തരവാദിത്തങ്ങളുണ്ട്. താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് പല ചോദ്യങ്ങളും എന്റെ പക്കലുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ രാജ് ബബ്ബറിനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ഇക്കാര്യം സത്യമാണോ സാർ? അതായത് ഷീല ദീക്ഷിത് ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്. താങ്കളെ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയാണോ അവരെ കൂട്ടിക്കൊണ്ട് വന്നത്? അതായത് രാജ് ബബ്ബർ ഒരു OBC ആണ്. സത്യം പറയണമെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്ന ശേഷമാണ് ഞാൻ എന്ത് ചെയ്യാണെന്ന് എനിക്ക് മനസ്സിലായത്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പൊളിറ്റീഷ്യൻ ആൻഡ് ഫിലിം സ്റ്റാറായ രാജ് ബബ്ബറിനോടാണ്. അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ നേതാവും അഭിനേതാവുമായ രാജ് ബബ്ബറിന്റെ മേലുള്ള കുറ്റാരോപണം രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം ഒരു കള്ളത്തരത്തിന്റെ പ്രതിബിംബമാണ് എന്നുള്ളതാണ്. രാജ് ബബ്ബർ സാർ, താങ്കളുടെ വളരെ അടുത്ത സുഹൃത്താണ് സഞ്ജയ് ദത്ത്. താങ്കൾ സമാജ്വാദിയിലുള്ളപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, മുലായം സിംഗ് യാദവ് താങ്കളെ രാജ്യസഭയിലേക്ക് പറഞ്ഞുവിട്ടു. 2 പ്രാവശ്യം നിയമസഭാ ഇലക്ഷനിൽ താങ്കളെ നിർത്തി. പക്ഷെ അദ്ദേഹത്തിന് താങ്കളുടെ സഹായം ആവശ്യമുള്ള സമയത്ത് താങ്കൾ അദ്ദേഹത്തിന്റെ മുതുകിൽ കുത്തിയെന്നാണ് പറയുന്നത്. സഞ്ജയ് ദത്തിനെ കുറിച്ച് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തിന്റെ അച്ഛനെ ഒരുപാട് ബഹുമാനിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും. ഒരു യഥാർത്ഥ കാര്യത്തിനു വേണ്ടി പോരാടണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ പോരാടി. അതൊരു ടാറ്റാ പോരാട്ടമായിരുന്നു. അതായത് അത് വക്കീലില്ലാതെ നിയമത്തെ എതിർക്കുന്ന ഒരു പോരാട്ടമായിരുന്നു. അതിൽ നിന്നും സഞ്ജയ്ക്ക് തീർച്ചയായും പ്രയോജനമുണ്ടായി കാണുമെന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ എന്റെ ആദർശത്തിനു വേണ്ടിയാണ് പോരാടിയത്. മുലായം സാറിനെക്കുറിച്ച് പറയണമെങ്കിൽ, മുലായം സാറാണ് എന്നെ വിളിച്ചത്. ഞാനും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് അതിനുവേണ്ടി പോയി. പൂർണ്ണ മനസ്സോടുകൂടിയാണ് അതിനു പോയത്. എത്ര കഠിനാധ്വാനം അദ്ദേഹം ചെയ്തു, അതുപോലെ ഇത് അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. രാജ് ബബ്ബർ കഠിനാധ്വാനം ചെയ്യുന്നെന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ മഹാമനസ്കതയാണ്. ഞാൻ ചോദിക്കാതെ തന്നെ അദ്ദേഹം എന്നെ നേതാവാക്കി. അത് അദ്ദേഹത്തിന്റെ മഹാമനസ്കതയാണ്. ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ഊട്ടിയിൽ ഷൂട്ടിങ്ങിലായിരുന്നു. അദ്ദേഹം ഫോൺ ചെയ്ത് എന്നെ വരാൻ പറഞ്ഞു. ഞാൻ വന്നു. പേപ്പേഴ്സ് എല്ലാം ഫില്ല് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് എനിക്ക് പദവി നൽകി. പാർലമെന്റിലേക്ക് വന്നതിന് ശേഷം എന്റെ ഉത്തരവാദിത്തം മനസ്സിലാക്കി ഞാൻ അധ്വാനിക്കാൻ തുടങ്ങി. അത് നല്ല പ്ലാറ്റ്ഫോമാണ്. അതെനിക്ക് ലഭിച്ചിരിക്കുന്നു. ഞാൻ നന്നായി അധ്വാനിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ ഏത് ആദർശത്തോട്, സിദ്ധാന്തത്തോട് ബന്ധമുള്ളവനായിരുന്നെങ്കിലും, ആദർശവുമായി ബന്ധമുള്ളവനായിരുന്നെങ്കിലും, അതെനിക്ക് ഏതെങ്കിലും വിധത്തിൽ അനീതിയാണെന്ന് തോന്നിയാൽ അതിനെ ഞാൻ ചോദ്യം ചെയ്യും. അതായത് പറയുകയാണെങ്കിൽ, ഗാന്ധിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, ലോകയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞു തന്നിരുന്നു, നമ്മുടെ സ്വരം അടങ്ങിപ്പോകരുത്, പുറത്ത് കേൾക്കും വിധം സംസാരിക്കാൻ ധൈര്യം വേണമെന്ന്. ഞാൻ ആ സത്യമാണ് ഉറക്കെ പറഞ്ഞത്. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ വിട്ടില്ല. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ കക്ഷിയിൽ നിന്നും എന്നെ മാറ്റിയത്. പക്ഷെ ഇപ്പോഴാണെങ്കിലും
അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുമ്പോൾ വളരെ ബഹുമാനത്തോടെ മുലായം സിംഗ് സാർ എന്നേ പറയാറുള്ളൂ. അദ്ദേഹത്തെ ഞാൻ ഒരു ഗുരുവായാണ് കണ്ടത്. ഒരിക്കലും അദ്ദേഹത്തിനെതിരെ ഞാൻ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. ഇതൊരു നന്ദിയില്ലാത്ത പ്രവൃത്തിയാണെന്ന് കാണുന്ന ജനങ്ങളൊക്കെ കരുതുകയില്ലേ? അതായത് മുലായം സിംഗ് യാദവിന്റെ മകനായ അഖിലേഷ് യാദവിന്റെ വൈഫ് അവർ ഇലക്ഷനിൽ നിൽക്കുന്ന സ്ഥലത്ത് രാജ്ബവർ ഇലക്ഷനിൽ നിൽക്കുന്നു. അദ്ദേഹം അവരെ തോൽപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ഫിറോദാബാദിലേക്ക് ബൈ ഇലക്ഷന് വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ആരുമില്ലായിരുന്നു. പുറത്തുള്ള ഒരാളായിരുന്നു ഇലക്ഷന് നിന്നത്. പക്ഷെ ഞാൻ നിന്ന ശേഷം 26 ഓഗസ്റ്റ് എന്റെ അനൗൺസ്മെന്റ് വന്നു. പിന്നെ 4 സെപ്റ്റംബറിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നും ഒരു പെണ്ണ് വന്ന് ഇലക്ഷനിൽ നിന്നു, എനിക്കെതിരായി നിന്നു. സോ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഞാൻ ഇലക്ഷനിൽ നിന്നു. അവിടെ നിന്നും പിന്മാറാൻ എനിക്ക് കഴിയില്ലായിരുന്നു. ഫരീദാബാദ് ജനങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു. ആ ഇലക്ഷനിൽ ഞാൻ ജയിച്ചു. രാജുബവർ ജയിച്ചെന്ന് ഞാൻ പറയില്ല, അവരെന്നെ ജയിപ്പിച്ചു. പക്ഷെ ഇപ്രാവശ്യം ജയിച്ച സീറ്റിൽ നിന്നുകൊണ്ട് ആ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അതെ എന്ന് അവർ എന്നോട് പറഞ്ഞതും കുടുംബത്തിൽ നിന്നും രാം ഗോപാൽ സാറിന്റെ മകൻ നിൽക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. രാം ഗോപാൽ സാറിനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം അത് ശരിയാണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ജയിച്ച സീറ്റ് വിട്ടേച്ചു വന്നു. സോ ഞാൻ അവർക്ക് ഒരു സഹായവും ചെയ്തിട്ടില്ല. അവരെ തോൽപ്പിക്കാൻ എനിക്ക് എന്താ അർഹതയാണുള്ളത്? അതായത് ജനറൽ ഇലക്ഷനിൽ എനിക്ക് 5000 വോട്ട് കിട്ടി. ജനറൽ ഇലക്ഷനിൽ 6 മാസത്തിന് ശേഷം എന്നെ അതേ സ്ഥലത്ത് 85,000 വോട്ട് ഡിഫറൻസിൽ ജയിപ്പിച്ചു. ഇത് അവിടുത്തെ ജനങ്ങളുടെ തീരുമാനമാണ്. അവരാലോചിച്ച് തീരുമാനിച്ചു. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേരോ അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായ ഒരു പാർട്ടിയോ ഒന്നുമില്ലായിരുന്നു. എന്റെ കൂടെ ഉണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയിലുള്ള വിശ്വാസം മാത്രമാണ്. ഞാൻ ആ ഇലക്ഷനിൽ നിൽക്കണമെന്ന് അദ്ദേഹം വിചാരിച്ചു. അതുപോലെ തന്നെ ഞാൻ ആ ഇലക്ഷനിൽ നിന്നു. അവിടുത്തെ ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു. ഞാനായി ഒന്നും ചെയ്തിട്ടില്ല. വാക്കുകളൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോൾ താങ്കൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ മുലായം സിംഗ് യാദവിനെ കുറിച്ചാണ്. ഒരു ജാതിയിലുള്ള ക്രൂരന്മാർ അവർ സോഷ്യലിസത്തിനെ കുറിച്ച് ജനങ്ങളോട് ഉദ്ബോധിപ്പിക്കുകയാണ്. ഇത് ന്യായമാണോ എന്ന് ചോദിക്കുന്നു. മുലായം സിംഗിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ ഒരു പ്രബോധകൻ എന്ന് പറയുന്നില്ല. അതേപോലെ മുലായം സിംഗിന്റെ കുടുംബമെന്നും പറയുന്നില്ല. ഞാൻ ഗവൺമെന്റിന്റെ ചീഫ് മിനിസ്റ്ററാണ്. അദ്ദേഹം ഒരു കാലത്ത് സോഷ്യലിസ്റ്റ് നേതാവായി അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊരു വലിയ പാർട്ടിയായി മാറി. ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഇവര് പറയുന്ന ഈ സോഷ്യലിസം കുടുംബത്തിലുള്ള 12 പേർക്കുള്ളിൽ അടങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ 12 പേർക്കുള്ളിലാണ് ആ സോഷ്യലിസം ഉള്ളത്. പുറത്തുള്ള ആർക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. മുലായം സാർ എന്തു പറഞ്ഞു അതാണ് ഞാനും പറഞ്ഞത്. മുലായം സാർ പറഞ്ഞു, ഈ ഗവൺമെന്റ് കൊള്ളയടിക്കുന്നത് തടയുന്നതിൽ പരാജയപ്പെട്ടെന്നു പറഞ്ഞു. അതായത് ഇതെല്ലാം അദ്ദേഹം ക്യാമറയുടെ മുൻപിൽ വെച്ചാ പറഞ്ഞത്. ഈ സർക്കാരും നമ്മളും കൊള്ളയടിക്കുന്നത് തടയുന്നതിൽ പരാജയപ്പെട്ടെന്ന് പറഞ്ഞു. ഞാനും അതാ പറഞ്ഞത്. സമാജ്വാദി പാർട്ടിക്ക് കൊള്ളയടിക്കുന്നത് തടയാൻ കഴിഞ്ഞില്ല. മുലായം സിംഗ് സാർ പറഞ്ഞു, ഇവിടുത്തെ മന്ത്രിമാർ ഭൂമി കയ്യേറുന്നു എന്ന്. ഞാനും അതാ പറഞ്ഞത്. ഈ സർക്കാർ ജനങ്ങളുടെ ഭൂമി അപഹരിക്കുന്നു എന്ന്. വിശദമായി പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഞാൻ ഫോളോ ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ജനങ്ങളുടെ മധ്യത്തിൽ പോയി നിന്ന് പറഞ്ഞു. അത്ര തന്നെ. താങ്കൾ മുലായം സിംഗ് യാദവിനെ ഇത്രത്തോളം ഫോളോ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം താങ്കളെ MLA ആക്കി, അതുപോലെ ചോദിക്കാതെ തന്നെ രാജ്യസഭയിലേക്ക് അയച്ചു. അപ്പൊ ഈ ഇലക്ഷനിൽ അദ്ദേഹത്തിന്റെ കൂടെയല്ലേ താങ്കൾ നിൽക്കേണ്ടത്? നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഞാൻ അദ്ദേഹത്തിനൊപ്പം നിൽക്കണമായിരുന്നു. പക്ഷെ അദ്ദേഹം എന്നെ കൂടെ നിർത്താത്തപ്പോൾ ഞാനതെങ്ങനെ ആഗ്രഹിക്കാം. ഒരുപക്ഷെ താങ്കൾക്ക് സമാജ്വാദി പാർട്ടിയെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട്, മുലായം സിംഗിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി താങ്കളെ ഉത്തർപ്രദേശിൽ നിർത്തിയതാണോ? അല്ലല്ല. ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നതുകൊണ്ടാണ് പാർട്ടി എനിക്ക് ആ പദവി നൽകിയിരിക്കുന്നത്. ഈ അധ്വാനത്തിൽ വിശ്വസിച്ചാണ് ഞാൻ ആദ്യം മുംബൈയിലേക്ക് പോയത്. ഇതേ അധ്വാനം തന്നെയാണ് ഞാൻ രാഷ്ട്രീയത്തിലും നൽകുന്നത്. എന്റെ അധ്വാനത്തിന്റെ ഫലം എനിക്ക് ലഭിക്കുന്നു. ഫലം കിട്ടിയതായിട്ട് താങ്കൾ പറയുന്നു, പക്ഷേ താങ്കൾ പറ്റിച്ചതായിട്ടാണ് ഷിർപൽ യാദവ് പറയുന്നത്. ഷിബാൽ വളരെ ചെറുപ്പമാണ്. അദ്ദേഹം മുലായം സിംഗിനെ പോലെ ഭരിക്കണമെന്ന് വിചാരിച്ചു. അതിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ അഖിലേഷ് യാദവ് പറയുന്നത് അദ്ദേഹം ഉരുണ്ടുകൊണ്ടേയിരിക്കും, ഉരുട്ടാൻ അനുവദിക്കുക. അമ്മാവൻ അളിയന് വേണ്ടി എന്തു വേണമെങ്കിലും പറയാം. ഇത് സത്യമാണോ? താങ്കൾ ഉത്തർപ്രദേശിൽ ഇലക്ഷനിൽ നിൽക്കണമെന്ന് തീരുമാനിച്ചത് സോണിയാഗാന്ധിയാണ് എന്ന് പറയുന്നത്? അതായത് പറയുകയാണെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക്
ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അതായത് കുടുംബം എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന എല്ലാ ചർച്ചകളും കുടുംബത്തിലുള്ള എല്ലാവരും അറിയുമല്ലേ. ഒരുപക്ഷെ കുടുംബത്തിലുള്ള ഒരു അംഗവും എനിക്കെതിരെ ഒന്നും പറയാത്തതുകൊണ്ട്, അതായത് ഉത്തർപ്രദേശിൽ ഞാൻ ഇലക്ഷനിൽ നിൽക്കുന്നതിനെ പറ്റി പ്രിയങ്ക മേഡത്തിന് അത് ശരിയാണെന്ന് തോന്നിക്കാണാം. അല്ല, താങ്കൾ ജയിച്ചതിന് ശേഷം പ്രത്യേകിച്ചും പ്രിയങ്ക ഗാന്ധിക്ക് മാത്രം നന്ദി പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. ഞാൻ കുടുംബത്തിലുള്ള എല്ലാവരോടും നന്ദി പറഞ്ഞു. സോണിയ മേഡം, രാഹുൽ സാർ, പ്രിയങ്ക മേഡം. കാരണം രാഹുൽ സാറിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് ഞാൻ ഇത് ചോദിക്കാൻ കാരണം, അത്രത്തോളം വലിയൊരു ഇമ്പാക്റ്റ് ആണോ പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിൽ സൃഷ്ടിച്ചിരിക്കുന്നത്? പ്രിയങ്ക മേഡത്തിന്റെ ഇമ്പാക്റ്റ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, എന്റെ അഭിപ്രായത്തിൽ സോണിയ മേഡം, രാഹുൽ സാർ, പ്രിയങ്ക ഗാന്ധി ഇവരെല്ലാം വേർപെട്ട വ്യക്തിത്വങ്ങളാണ്. ഇവരെല്ലാം ഇൻഡിവിജ്വൽസ് ആണ്. എന്നാൽ ഈ കുടുംബത്തിൽ ഞാനൊരു അംഗമായിട്ടാണ് എന്നെ കാണുന്നത്. കാരണം ഈ കുടുംബം ഒരുപാട് സാക്രിഫൈസുകൾ ചെയ്തിട്ടുണ്ട്. അതായത് ഈ കുടുംബം കോൺഗ്രസിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ഒരുപാട് സാക്രിഫൈസുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുടുംബത്തിൽ ഒരു എതിർ അഭിപ്രായം ഉണ്ടാകില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. മാത്രമല്ല, ഇന്ന് ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പുകച്ചിൽ ഉണ്ട് എന്ന കാര്യം, ഈ കാര്യത്തിൽ പ്രിയങ്ക മേഡം, ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മറ്റൊരു ശക്തമായ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ സംഭവിക്കും എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ കുടുംബം അത്രത്തോളം താങ്കൾക്ക് ബഹുമാനം നൽകിയിരിക്കുന്നു, താങ്കളെ ഒരു വലിയ നേതാവാക്കി. പക്ഷേ ഒരു മുഖ്യമന്ത്രിയാകാൻ വേണ്ടി താങ്കളുടെ പേര് എന്തുകൊണ്ട് പറയുന്നില്ല? എന്റെ അഭിപ്രായത്തിൽ ഉത്തർപ്രദേശിൽ അധികം എക്സ്പെരിമെന്റ്സ് അവർ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയുന്നത് സത്യമാണ്. എന്നെപ്പോലെ ഒരാളെ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് അവരൊരിക്കലും ചെയ്യില്ല. എനിക്കറിയുന്ന ജോലിയിൽ ഞാൻ വിദഗ്ധനാണെന്ന് എല്ലാവരും ഈ ചോദ്യം താങ്കൾ അവോയ്ഡ് ചെയ്യണം. ഉത്തർപ്രദേശിൽ ജയിച്ച ഒരു പാർട്ടിയായ സമാജ്വാദി പാർട്ടിയെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി, നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു, സ്പോക്ക് പേഴ്സൺ ആയിരുന്നു. മാത്രമല്ല, താങ്കൾ ഒരു സ്റ്റാർഡമാണ്, താങ്കൾക്കൊരു ഗ്ലാമർ ഉണ്ട്. എല്ലാരെയും വിട്ടിട്ട് 78 വയസ്സുള്ള ഷീലാ ദീക്ഷിതിനെ ഡൽഹിയിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരേണ്ട ഉദ്ദേശം എന്താണ്? ആദ്യം അവർ ഡൽഹിയല്ല, സത്യത്തിൽ അവർ ഉത്തർപ്രദേശിൽ നിന്നാണ് ഡൽഹിയിലേക്ക് വന്നത്. പിന്നെ അവരുടെ രാഷ്ട്രീയ ജീവിതം കണ്ണോച്ചിൽ നിന്നാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ഈ കുടുംബം കണ്ണോച്ചിലെ ഉണ്ണാവിനേക്കാളും ശ്രദ്ധിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ഉമാശങ്കർ ദീക്ഷിത്തിന്റെ കുടുംബം ഉത്തർപ്രദേശിൽ എപ്പോഴും ബഹുമാനിക്കപ്പെടുന്ന ഒരു കുടുംബമാണ്. അതോടൊപ്പം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയും, ഇവിടെയുള്ളവരെല്ലാം ഡൽഹിക്കാരാണ്, അങ്ങോട്ട് വന്നു പോകുന്നവരാണ്. നമ്മൾ പുസ്തകങ്ങളിലും പിന്നെ ചരിത്രത്തിലും കണ്ടിട്ടുണ്ട്, ഡൽഹിയുടെ മുഖം ആവിഷ്കരിച്ചത് മുഗൾ രാജാക്കന്മാരാണ്. വലിയ വലിയ കെട്ടിടങ്ങളും ഡെവലപ്മെന്റ്സും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനൊരു പുതിയ മുഖം ബ്രിട്ടീഷുകാർ വന്ന് നൽകി. അതായത് ലൂട്ടൻസ്, അവിടെയുള്ളവർ, ഇവിടെയുള്ളവർ, സൗത്ത് ഡൽഹിയിലുള്ളവർ. അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അതിന്റെ മുഖം മാറ്റിയത് ഷീല ദീക്ഷിത് ആണ്. തീർച്ചയായിട്ടും ഇത് എല്ലാവരും സത്യസന്ധമായി സമ്മതിക്കണം. ഞാൻ തെറ്റായി ഒന്നും പറഞ്ഞില്ല. ഒരുപക്ഷെ ഉത്തർപ്രദേശിലെ സ്ഥലം ഇഞ്ചസായിട്ട് വിൽക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഒരാൾ ഭരണം പിടിച്ച് മുഖ്യമന്ത്രിയായി ഭൂമിയുടെ നിലവാരമുയർത്തി അത് വിൽക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉത്തർപ്രദേശിന് പുരോഗതി വേണം, അനുഭവങ്ങൾ വേണം. മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി അവിടുത്തെ ജനങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നു. ഒരുപക്ഷെ വീട്ടിലുള്ള മരുമകളോ യുവാക്കളോ ഒരുപക്ഷെ അവർക്ക് ആ കുടുംബം പുലർത്താൻ പറ്റിയില്ലെങ്കിൽ ആ വീടിന്റെ താക്കോൽ മുതിർന്നവർക്ക് നൽകും, നിങ്ങൾ നോക്കിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഷീലാ ദീക്ഷിതിന്റെ കയ്യിലേക്ക് ഉത്തർപ്രദേശ് കിട്ടിയാൽ അത് നന്നാകുമെന്നാണ് എന്റെ അഭിപ്രായം. അവർ അനുഭവസ്ഥയാണ്. ഈ കുടുംബം അവർ നന്നായി. താങ്കൾ പറയുന്ന ഈ സ്ത്രീ 47 വയസ്സുള്ള അഖിലേഷ് യാദവിനെതിരായിട്ട് മത്സരിക്കാൻ പോവുകയാണോ? സാറേ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 43 വയസ്സായ ഒരു യുവാവിനോട് ഒരു വയസ്സായ സ്ത്രീക്ക് പോരാടാൻ പറ്റുമെന്ന്? അവരുടെയൊക്കെ ആശീർവാദമുണ്ടാവും. പക്ഷെ ഷീലാ മേഡമാണ് വീട് നിർവഹിക്കുക. അവരുടെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഉത്തർപ്രദേശ് ഷീലാ മേഡം ഭരിക്കും. മുലായം സിംഗ് യാദവിന് 76 വയസ്സേ ആയിട്ടുള്ളൂ. ഇത് സത്യമാണോ ഷീലാ ദീക്ഷിതിനെ കൊണ്ടുവന്നത് ബ്രാഹ്മണീയ മുഖം പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന്? അതായത് രാജ്ബബർ OBC ആണ്, അദ്ദേഹം ബ്രാഹ്മണനല്ല. സത്യം പറയുകയാണെങ്കിൽ ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കെന്നെ മനസ്സിലായി. അതിനു മുൻപ് ഞാൻ
ഇൻസാഫ് കി തറാസ് എന്ന പടത്തിൽ അഭിനയിക്കുമ്പോൾ രമേശ് എന്ന് വിളിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ അഭിനയിച്ച പടത്തിന്റെ അടിസ്ഥാനത്തിൽ എന്റെ പേര് വിളിക്കും. ചിലപ്പോൾ വില്ലൻ എന്ന് പറയും, ചിലപ്പോൾ ഹീറോ എന്ന് പറയും. പിന്നീട് ഒരുപാട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്റെ പേര് പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിന്റെ പുരോഗതി ഒരു മതത്തിന്റെ വലയത്തിനുള്ളിൽ ആകാൻ പാടില്ല. എല്ലാവരും ഒത്തൊരുമയോടുകൂടിയിരിക്കണം. എന്റെ അഭിപ്രായത്തിൽ ഇതൊരു നല്ല കാര്യമല്ലേ? നിങ്ങൾ കോൺഗ്രസിന്റെ മുഖം, ഷീല മേഡത്തിന്റെ മുഖം ഒരു ബ്രാഹ്മണ മുഖമായി കണ്ടാൽ, എന്നെ OBC ആയി കണ്ടാൽ, അപ്പോൾ സഞ്ജയ് സിംഗ് ഠാക്കൂർ, പിന്നെ വേറെ കുറെ മന്ത്രിമാരുണ്ട്, അവരെല്ലാവരും മുസ്ലിംസ് ആണ്. മറ്റു രണ്ട് കാര്യം ഞാൻ പറയാം. താങ്കളുടെ ടീമിൽ ഇമ്രാൻ മസൂദ്, അദ്ദേഹമാണ് നരേന്ദ്രമോദിയെ ഞാൻ തുണ്ടുതുണ്ടായിട്ട് വെട്ടുമെന്ന് പറഞ്ഞത്. അതായത് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. പക്ഷെ ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് വീഡിയോയിലുണ്ട്. ആ ലോകത്തുള്ളവരെല്ലാം കണ്ടു കഴിഞ്ഞു. അതായത് എന്റെ അറിവിൽ എന്താണെന്ന് വെച്ചാൽ ഈ കാര്യം എല്ലാവരും അറിഞ്ഞതും അദ്ദേഹം അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇമ്മീഡിയറ്റ് ആയിട്ട് പറഞ്ഞു, ഈ കാര്യത്തിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്ഷമിക്കാൻ പറ്റില്ല എന്നതാണ് എന്റെ അഭിപ്രായം. അറിയാതെ വന്ന വാക്കുകൾക്കെല്ലാം ക്ഷമ എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. പക്ഷെ ഞാനിങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന് മനസ്സിൽ നിന്നും ആരെങ്കിലും പറഞ്ഞാൽ ഭാവിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വ്യക്തിയുമുണ്ട്, രാജാ റാംപാൽ, താങ്കളുടെ ടീമിൽ. ലോകസഭയിൽ പണം വാങ്ങിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചെന്നുള്ളൊരു കുറ്റാരോപണം അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അതിനുള്ള ശിക്ഷ അദ്ദേഹത്തിന് ലഭിച്ചു. എന്നെ ആരും ഇങ്ങനെ അകപ്പെടുത്തരുതെന്നാ എന്റെ ഭയം. അല്ല, അതിനുശേഷം അവിടെ സ്പീക്കർ സാർ വന്ന് എൻക്വയറി നടത്തി. അദ്ദേഹത്തിന്റെ പേരിലുള്ള കുറ്റാരോപണം തെളിഞ്ഞില്ല. അതോടൊപ്പം അദ്ദേഹത്തിന് ഇലക്ഷനിൽ നിൽക്കാൻ അനുമതി ലഭിച്ചു. അദ്ദേഹം ഇലക്ഷനിൽ നിന്ന് ജയിക്കുകയും ചെയ്തു. സോ ഈ പെർസെപ്ഷനിൽ എന്ത് നടക്കും, പിന്നെ എൻക്വയറിക്ക് ശേഷം എന്ത് നടന്നു, അത് തെളിയിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇലക്ഷനിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു. അദ്ദേഹം ഇലക്ഷനിൽ നിന്ന് ജയിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മേൽ ആരോപിക്കപ്പെട്ട ആ കുറ്റം തെളിയിക്കപ്പെട്ടില്ല എന്ന് വേണം പറയാൻ. പ്രശാന്ത് കിഷോറിനെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു. ആദ്യം നരേന്ദ്രമോദിയോടൊപ്പം, പിന്നെ നിതീഷ് കുമാറിനോടൊപ്പം, ഇപ്പൊ കോൺഗ്രസിന്റെ കൂടെ കമ്പൈനായിട്ട് ഉത്തർപ്രദേശിലുണ്ട്. അദ്ദേഹത്തിന്റെ ഉപദേശം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയാക്കി പ്രൊജക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്റെ അറിവിൽ ഈ കാര്യം പാർട്ടിയിലുള്ള ആരുടെ ചെവിയിലും ഇതുവരെ എത്തിയിട്ടില്ല. അദ്ദേഹം ആരോട് പറഞ്ഞു എന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവുമില്ല. പിന്നെ പ്രശാന്ത് കിഷോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ഉപദേശം വേണമെങ്കിലും നൽകാം. പക്ഷെ അങ്ങനെ ഒരു ആലോചന പാർട്ടിയിലുമില്ല, പാർട്ടി അംഗങ്ങളിലുമില്ല. മറ്റൊരു കാര്യം ഞാൻ കേട്ടിരുന്നു, പ്രിയങ്ക ഗാന്ധിയെ പ്രൊജക്ട് ചെയ്തിരുന്നെങ്കിൽ അത് പാർട്ടിക്ക് ഗുണമായിരിക്കുമെന്ന്. പറഞ്ഞത് ശരിയാണോ? അതായത് പറയണമെങ്കിൽ ഇത് പ്രിയങ്ക മേഡത്തിന്റെ സ്വന്തം തീരുമാനമാണ്. ആർക്ക് വേണമെങ്കിലും അവർക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, ചന്ദ്രനിലേക്ക് പോകാം എന്നൊക്കെ പറയാം. എന്തിന് ചൊവ്വാഗ്രഹത്തിലേക്ക് പോകാമെന്നും പറയാം. പക്ഷെ അതൊന്നും ഒരു വലിയ കാര്യമല്ല. ആ തീരുമാനം ആരെടുക്കണോ, അതിനെക്കുറിച്ച് ആര് ചിന്തിക്കണോ, അവര് വേണം പറയാൻ. എല്ലാ തീരുമാനങ്ങളും അവര് വേണം എടുക്കാൻ. എങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ. ഉത്തർപ്രദേശിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് എന്താണ് കരുതുന്നത്? ഏത് കാര്യത്തെക്കുറിച്ച്? ആരെ പ്രൊജക്ട് ചെയ്യുന്നതെന്നുള്ളത്. എന്റെ അഭിപ്രായത്തിൽ രാഹുൽ സാർ ഇപ്പോഴുള്ള ഇന്ന ദിവസം ഒരു മുഖമുണ്ട്. അതായത് ഒതുക്കപ്പെട്ട കൃഷിക്കാർക്കും യുവാക്കൾക്കും വേണ്ടി പോരാടുന്ന ഒരു മുഖം. അദ്ദേഹം ഒരിക്കലും വാക്കുകളുടെ വലയത്തിൽ അകപ്പെടില്ല. അദ്ദേഹം ഭൂമിയിലാണ് ആ പോരാട്ടം നടത്തുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തി നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കണം, അതിന്റെ നന്മതിന്മകളെക്കുറിച്ചും ചിന്തിക്കണം. അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഒരു ചട്ടക്കൂട്ടിൽ അടച്ചിടാൻ ശ്രമിക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. എങ്ങനെയുള്ള പഞ്ചായത്താണ് നടത്തുന്നത്? കട്ടിൽ പഞ്ചായത്ത് നടത്തി അവസാനം കട്ടിലെടുത്തോണ്ട് പോകും. അത് പിന്നെ പറയുകയാണെങ്കിൽ പഴഞ്ചൊല്ലി കേൾക്കാൻ നന്നായിരിക്കും. അതായത് ഇരുന്ന കട്ടിൽ എടുത്തുകൊണ്ടുപോയി എന്നതൊക്കെ. പക്ഷെ ആ വേദനയും നമ്മൾ മനസ്സിലാക്കണം. അതായത് 27 വർഷമായി ഉത്തർപ്രദേശിന്റെ അവസ്ഥ എന്താണ്? വ്യവസായികൾ ഏത് കട്ടിലാണോ ഇരിക്കുന്നത്, ആ കട്ടിലിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. എഴുന്നേറ്റ് പോകുമ്പോൾ ആ കട്ടിൽ തന്റെ തലയിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ തന്റെ മോട്ടോർ സൈക്കിളിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ തന്റെ സൈക്കിളിൽ വെച്ച് കെട്ടിക്കൊണ്ടു പോകും.
അതിന്റെ പുറകിലുള്ള വേദന നിങ്ങൾ മനസ്സിലാക്കണം. അവരിന്ന് ഏത് അവസ്ഥയിലാണുള്ളത്? ആ കട്ടിലിന് വലിയ വിലയൊന്നും കാണില്ല. അതും അവിടെ ഇട്ടിരുന്ന ആ കട്ടിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകനും അത് കെട്ടിയെടുത്തുകൊണ്ട് അവന്റെ വീട്ടിലേക്കൊന്നും കൊണ്ടുപോവില്ല. അത് അവിടെ ഉള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അത് ആരെടുത്തുകൊണ്ടുപോയി, ആര് വിട്ടേച്ചു പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ കട്ടിലിൽ ആരുടെ പേരും എഴുതിയിട്ടില്ലല്ലോ. കസേരകളിൽ പേരെഴുതി ഇന്നാൾ വേണം ഇവിടെ ഇരിക്കാൻ എന്ന് എഴുതി വെക്കോ. അതുപോലെ എന്ത് തന്നെ പറഞ്ഞാലും അത് പബ്ലിസിറ്റി ആയി കഴിഞ്ഞു. കോൺഗ്രസിന്റെ കട്ടിൽ അവിടെ പൊങ്ങി നിൽക്കുകയല്ലേ. എല്ലായിടത്തും ജനങ്ങൾ കട്ടിൽ എങ്ങനെയാണ് എടുത്തോണ്ട് പോകുന്നുള്ള ഫോട്ടോ വരെ കാണിക്കുന്നു. അതായത് കട്ടിലൊന്നും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിന്റെ കട്ടിൽ ജനങ്ങൾ തലയ്ക്ക് മേലെ വെച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ സമ്മതിച്ചല്ലേ മതിയാകൂ. ഏതൊരു കട്ടിൽ ഇരുന്നു കൊണ്ട് കോൺഗ്രസ് മന്ത്രി അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്തു. അദ്ദേഹത്തിൽ ജനങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട്. കുറഞ്ഞ പക്ഷം ഈ കട്ടിലെങ്കിലും ഞങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. മനസ്സിന്റെ സ്വരം കേട്ടില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ സ്വരം കേട്ടെന്ന് പറയാം. അതായത് ഏത് കട്ടിലിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ സ്വരം കേട്ടോ ആ കട്ടിലാണ് അവർ പൊക്കിക്കൊണ്ടുപോയത്. കാരണം ഭാവിയിൽ ആ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഒരു സുവർണകാലം അവർ കാണും. ആ കട്ടിലിൽ കിടന്ന് ഉണരുമ്പോൾ സൂര്യന് നല്ല പ്രകാശമുണ്ടാവും, നല്ല വെളിച്ചമുണ്ടാകും, കോൺഗ്രസിന്റെ ഭരണമുണ്ടാവും. അതിൽ തീർച്ചയായും അവർക്ക് നീതിയും ലഭിക്കും. താങ്കൾക്ക് ഞങ്ങളുടെ ആശംസകൾ. പക്ഷേ വലിയൊരു ലിസ്റ്റ് എന്റെ പക്കലുണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം രാജ്ഭവറിന്റെ മേലുള്ള കുറ്റങ്ങളും ചോദ്യങ്ങളും തുടരുന്നതായിരിക്കും. ഗിരിരാജ് സിംഗിനെ താങ്കൾ ഭ്രാന്തൻ എന്ന് വിളിച്ചു. അസദുദ്ദീൻ ഓവൈസിയെ താങ്കൾ സ്വഭാവദൂഷ്യമുള്ള ആളെന്ന് വിളിച്ചു. അല്ല, ഞാൻ തെറ്റായിട്ട് എന്ത് പറഞ്ഞു? പറഞ്ഞത് ശരിയല്ലേ? അമർ സിംഗിനോടൊപ്പം താങ്കൾക്ക് തകരാറ് വന്നു. അദ്ദേഹത്തെ ബ്രോക്കർ എന്ന് വിളിച്ചു. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു നേതാവും അഭിനേതാവുമാണ്. ഉത്തർപ്രദേശിലെ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായ രാജ് ബബ്ബർ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ നേതാവും അഭിനേതാവുമായ രാജ് ബബ്ബറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. താങ്കൾ പ്രധാനമന്ത്രി മോദിയെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇദ്ദേഹം എന്ത് പറഞ്ഞ് വിസിലടിച്ച് 73 സീറ്റ് എടുത്തുകൊണ്ട് പോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ മറ്റുള്ളവരെ കൊണ്ട് കൈയടിപ്പിക്കുന്ന ഒരു നേതാവിനെ കണ്ടിട്ടേയില്ല. ഇതൊക്കെ നല്ല സംസാരമാണോ? അതായത് ഇപ്പോ ഇവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കൈയടിച്ചു. നിങ്ങൾ എന്ത് എനിക്ക് വേണ്ടി കൈയടിച്ചു? അതെ സാർ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ കൈയടിച്ചത്. ഇവരെല്ലാവരും എനിക്ക് വേണ്ടി കൈയടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് സത്യത്തിൽ വളരെ സന്തോഷം തോന്നുന്നു. എനിക്കിവരോട് പറയാനുള്ളത് ഇവർ നന്നായി കൈയടിക്കുന്നു എന്നതാണ്. അറ്റ്ലീസ്റ്റ് നല്ല കാര്യത്തിനു വേണ്ടി കൈയടിക്കുന്നു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കൂ. അതായത് ഇന്ത്യയിൽ ഇലക്ഷന് മുമ്പ് എല്ലാവരെ കൊണ്ടും അദ്ദേഹം കൈയടിപ്പിക്കും. അദ്ദേഹം എവിടെ ചെന്നാലും ഭയങ്കര കൈയടിയാണ്. അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇന്ത്യയിൽ എവിടെയെങ്കിലും കൈയടിയുണ്ടോ? ജനങ്ങൾ കൈയടിക്കുന്നത് കുറവാണ്, പക്ഷേ പുറത്തൊക്കെ എല്ലാവരും നന്നായി കൈയടിക്കുന്നു. അദ്ദേഹം എവിടെ പോയാലും കൈയടിപ്പിക്കും. ഞാൻ അദ്ദേഹത്തെ ഭയങ്കരമായി കൈയടിപ്പിക്കുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ അറിവിൽ ഞാൻ തെറ്റായ ഒരു വാക്കും പറഞ്ഞില്ലല്ലോ. കൈയടിപ്പിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ അദ്ദേഹത്തെ വിമർശിച്ചിട്ടില്ല. അത് താങ്കൾ നോക്കൂ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. കേക്കൂ കേക്കൂ. ആഹാ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നില്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾ സമ്മതിക്കുന്നില്ല. അദ്ദേഹം കൈയടിപ്പിക്കുന്ന ആളല്ലേ? മൈക്ക് അവരുടെ സൈഡിലേക്ക് കൊടുക്കൂ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് വളരെ നല്ല ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി എന്താണെന്നുള്ള കാര്യം പബ്ലിക്കിന് നന്നായിട്ട് അറിയാം. അവരുടെ നല്ല ഗുണങ്ങൾ പബ്ലിക്കിന് അറിയാം. ആ കാരണങ്ങൾ കൊണ്ടാണ് അവർ പേഴ്സണാലിറ്റി കാരണം. അവരുടെ പേഴ്സണാലിറ്റിയിൽ ഒരു അന്തസ്സുണ്ട്. അദ്ദേഹത്തിന് ഞങ്ങളുടെ വക ഹാറ്റ്സ് ഓഫ്. അദ്ദേഹം ഞങ്ങളുടെ നാടിന്റെ അഭിമാനമാണ്. തീർച്ചയായിട്ടും. പിന്നെ നിങ്ങൾ തന്നെ പറയൂ, അദ്ദേഹം എല്ലാവരെയും കൈയടിപ്പിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ എന്താ തെറ്റുള്ളത്? ഇവര് പറഞ്ഞ കാര്യം തന്നെയാണ് ഞാനും പറഞ്ഞത്. പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ
പ്രധാനമന്ത്രിക്ക് വേണ്ടി അവരെല്ലാവരും കൈയടിക്കുകയാണെങ്കിൽ അതിൽ അഭിമാനിക്കണോ അതോ തലകുനിയണോ? അവരെന്താ പറയുന്നതെന്ന് കേൾക്കൂ. അല്ല, അവര് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. താങ്കളുടെ അഭിപ്രായം? അതായത് ഞാൻ ഒരു ഉത്തരവാദിത്തമുള്ള മനുഷ്യനാണ്. ഞാൻ എല്ലാ കാര്യത്തിനും കൈയടിക്കില്ല. ഒരാൾക്കൊരു ജോലി കൊടുത്ത് അത് അദ്ദേഹം നന്നായി ചെയ്താൽ ഞാൻ തീർച്ചയായും കൈയടിക്കും. ഇപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട്. 2.25 വർഷം കഴിഞ്ഞു. 2.25 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ചില വാക്കുകളും വാഗ്ദാനങ്ങളും നൽകി. അതെല്ലാം കേട്ട് ഒരുപാട് ജനങ്ങൾ, നമ്മോട് അടുപ്പമുള്ള ജനങ്ങൾ പോലും ആകർഷിക്കപ്പെട്ടു. അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും എന്ന് വിചാരിച്ചു. ഇപ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവ് അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു 2.25 വർഷം കൊണ്ട് നടക്കാത്തത്. സംസാരിക്കുന്നത് താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ മോദിയുടെ നെഞ്ചല്ല, മോദിയുടെ വയറാണ് 56 ഇഞ്ചെന്ന്. ഞാൻ വിചാരിക്കുന്നത് പറയാൻ തീർച്ചയായും എനിക്ക് അവകാശമുണ്ടല്ലേ? ഞാൻ പറയുന്നതിൽ വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഇഞ്ച് ടേപ്പൊന്നും എടുത്തുകൊണ്ട് പോവില്ല. പക്ഷെ നിങ്ങൾ നോക്കൂ, പാകിസ്ഥാനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ 56 ഇഞ്ച് റെഫറൻസ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവർ തല വെട്ടിക്കൊണ്ടുവന്നാൽ ഞങ്ങൾ ഇരട്ടി വെട്ടിക്കൊണ്ടുവരും. അതുകൊണ്ടാണ് അവർ അതിർത്തി കടന്നു പോകുന്നത്. 56 ഇഞ്ച് നെഞ്ചില്ലാത്തവർക്ക് ആ ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ എനിക്കെന്താ തോന്നിയെന്ന് വെച്ചാൽ അവർ ദിവസവും ധൈര്യം കാണിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. നമ്മുടെ സിവിലിയൻസിനെ കൊല്ലുന്നു, നമ്മുടെ പട്ടാൻകോട്ടിലേക്ക് കയറുന്നു, രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് കാശ്മീരിന്റെ അവസ്ഥ മോശമായിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം പറയാൻ വന്നതിൽ ടങ് ഒന്ന് സ്ലിപ്പായി. അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് വേറെ, പക്ഷെ പറഞ്ഞത് വേറെ. ഇഞ്ച് ടേപ്പ് വെച്ച് അദ്ദേഹത്തിന്റെ നെഞ്ച് 56 ഇഞ്ചെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വയർ 56 ഇഞ്ചിന് കുറച്ച് കൂടുതലോ കുറവോ ഉണ്ടായിരിക്കുമെന്ന് പറയാം. അതായത് ഞാൻ എന്താണോ സത്യം അതാണ് പറഞ്ഞ്. ഞാൻ ഇതിനു വേണ്ടി ഇഞ്ചി ടേപ്പ് കൊണ്ടുപോയില്ല, ഇതിനു വേണ്ടി കൊണ്ടുപോയില്ല. മോദിജിയെ താങ്കൾ അളന്നു നോക്കി, പക്ഷെ രാഹുൽ ഗാന്ധി താങ്കൾ അളന്നു നോക്കിയിട്ടില്ല. അദ്ദേഹം വളരെ കുറച്ചാ കഴിക്കുന്നത്. എപ്പോഴും കൃഷിക്കാരോടൊപ്പം ഇരുന്ന് കഴിക്കുമ്പോൾ കുറച്ചേ കഴിക്കുന്നുള്ളൂ. വീട്ടിലിരുന്ന് കഴിക്കുമ്പോഴും കുറച്ചേ കഴിക്കൂ. അദ്ദേഹത്തിന്റെ ബോഡി പ്രൊപ്പോർഷനായിട്ട് ആയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അദ്ദേഹത്തെ നിങ്ങൾ അളന്നു നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് പറയുന്നത് താങ്കൾക്കൊന്നും പുതിയ കാര്യമല്ലല്ലോ. താങ്കൾ ഇലക്ഷന്റെ സമയത്ത് പറഞ്ഞിരുന്നു നരേന്ദ്രമോദി ഒരു ഹിറ്റ്ലർ ആണെന്ന്. ഇതൊരു വലിയ കാര്യമേ അല്ല. എന്റെ അറിവിൽ നമ്മുടെ വീട്ടിൽ പോലും ഇങ്ങനെ ഇടക്കിടക്ക് പറയാറുണ്ട്. മോദിയെ മാത്രമല്ല, കിട്ടുന്നവരെ എല്ലാവരെയും അങ്ങനെ പറയുന്നുണ്ട്. ഗിരിരാജ് സിംഗ് ഒരു ഭ്രാന്തനാണെന്ന് താങ്കൾ പറഞ്ഞു. അദ്ദേഹത്തെ ചികിത്സിക്കണം, ഞാൻ വേണേ പൈസ തരാമെന്നും പറഞ്ഞു. ഞാൻ ആഗ്രയുടെ MP ആയിരുന്നു, 2 പ്രാവശ്യം MP ആയിരുന്നു, നെയ്ബർ MP ആയിരുന്നു. അതെ, ഉണ്ട്. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അദ്ദേഹം പുറത്താണ്, വളരെ ദൂരത്താണ്. ആ ട്രീറ്റ്മെന്റിന്റെ കാശ് ഞാൻ തരാന്നാ പറഞ്ഞത്. അസദുദ്ദീൻ ഓവൈസിയെ താങ്കൾ വൃത്തികെട്ടവൻ എന്നാണ് വിളിച്ചത്. ഞാൻ ഇതിൽ എന്താ തെറ്റായി പറഞ്ഞത്? അതായത് നമ്മുടെ ലോക്കലിലുള്ള ആളാണ്, ആഗ്രയിലുള്ള ആളാണ്. ഞാൻ അവിടെ വളർന്നത്. ആഗ്രയിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് സാധാരണമാണ്. അൽപ്പെന്ന് പറയും, മറക്കുന്നവരെ അൽപ്പെന്ന് പറയും. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. അതിൽ താങ്കൾക്ക് ആരെയാണോ ഇഷ്ടമില്ലാത്തത്, ഇപ്പൊ പറഞ്ഞതുപോലെ ഞാൻ വിടില്ലെന്ന്. അമർ സിംഗിനും താങ്കൾക്കും പ്രശ്നമുണ്ടായി, അദ്ദേഹത്തെ ബ്രോക്കർ എന്ന് താങ്കൾ വിളിച്ചു. അതായത് ഇതെല്ലാം വളരെ പഴയ കാര്യമാണ്. അതോടൊപ്പം അദ്ദേഹം എന്നെ ഒരു ഡെലിഗേഷൻ കാര്യത്തിന് വന്നപ്പോൾ എന്നെ വിരുന്നിന് വിളിച്ചു. അത് അദ്ദേഹത്തിന്റെ മഹാമനസ്കത എന്നേ പറയൂ. അദ്ദേഹം സ്റ്റേജിൽ നിന്ന് തനിക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഏത് പാർട്ടിയിലായിരുന്നു, പിന്നെ എന്തിനു പുറത്തേക്ക് വന്നു, പിന്നെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, നഷ്ടമായതിനെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം മൈക്ക് എന്റെ കയ്യിൽ തന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ സംസാരിച്ചില്ല. പിന്നെ അദ്ദേഹം തന്നെ മൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ രാജുബാബർ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇതുവരെ എനിക്ക് സംഭവിച്ചത് സംഭവിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊരു വ്യക്തി. ഞാൻ ഇക്കാര്യം അന്നും പറഞ്ഞു, ഇന്നും പറയുകയാണ്. ഇടയ്ക്ക് അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം മാറ്റിവെക്കാം. സത്യത്തിൽ അദ്ദേഹം വലിയൊരു ഗിവറാണ്. അദ്ദേഹം ഒരുപാട് കൊടുക്കും. പക്ഷെ അദ്ദേഹം കൊടുത്തതിനു ശേഷം ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. നമുക്കൊന്നും അദ്ദേഹത്തോട് മത്സരിക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ചെയ്യില്ല, കാരണം നമുക്ക് സമയമില്ല.
അദ്ദേഹം എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി സമയം ഒതുക്കുന്ന ആളാണ്. അദ്ദേഹത്തോട് തന്നെ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞതെങ്ങനെ പറഞ്ഞു, തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞു. പക്ഷെ ആ മുഴുവൻ ആ സമയമെല്ലാം കഴിഞ്ഞുപോയി. ഇനി അത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ശരിയല്ല. ചരിത്രം നോക്കുകയാണെങ്കിൽ താങ്കൾ എല്ലാവരെയും എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഒരാളെ ഹിറ്റ്ലർ എന്ന് വിളിക്കുന്നു, ഒരാളെ ബ്രോക്കർ എന്ന് വിളിക്കുന്നു, ഒരാളെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്നു, ഒരാളെ വൃത്തികെട്ടൻ എന്ന് വിളിക്കുന്നു, മറ്റൊരാളെ എടുപിടിയുന്നു. ഇതൊക്കെ ശരിയാണോ? നിങ്ങൾ എല്ലാവരും കേട്ടോളൂ. ഇത് നല്ല വാക്കുകളാണെന്ന് പറയുന്നു. ഞാൻ എന്നോട് തന്നെ പറയാം, ഞാനൊരു മിരാസിയാണ്, മിരാസിയായിരിക്കുന്നു. നൃത്തം ചെയ്ത് പാടുന്നവരെ വേദത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് മിറാസിന്ന്. ഇതാണ് എന്റെ തൊഴിൽ. ഇത് നിങ്ങൾ തെറ്റായ വാക്കുകളാണ്, മോശമായ വാക്കുകളാണെന്ന് പറഞ്ഞാൽ ഇത് വേദത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. അതിന് നിങ്ങൾ തെറ്റായ വാക്കുകളെന്ന് പറയുന്നു. ഈ സമൂഹത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അവയെല്ലാം. ഈ സമൂഹത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഈ സമൂഹത്തിൽ എവിടെയെങ്കിലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് അതിന്റെ മാഹാത്മ്യം എന്ന് നിലനിൽക്കുക. എന്നെ എന്തു പറഞ്ഞു വിളിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലേ? ഇവൻ പാട്ടുപാടി നൃത്തം വെക്കുന്നവനാണെന്ന് പറയും, ചിലർ മിരാസിയാണെന്ന് പറയും. ആദ്യം ആക്ടറായി, ആക്ടറിൽ നിന്നും സ്റ്റാറായി, അതൊക്കെ രണ്ടാമത്തെ കാര്യം. ഇപ്പൊ സെലിബ്രിറ്റിയായി, അത് മൂന്നാമത്തെ കാര്യം. പക്ഷെ അടയാളം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാ. ആ അടയാളം നിങ്ങളെ ഉയർത്തും. നിങ്ങൾ വേണമെങ്കിൽ തന്നെയാണ് താങ്കളെ കളിയാക്കുന്നതും താങ്കൾ നല്ലൊരു സ്പോർട്ടീവായിട്ട് എടുക്കുന്നുണ്ടല്ലോ, അതും നല്ല കാര്യം തന്നെയാണ്. അത് ഫോളോ ചെയ്താൽ ഓക്കെ. ഇപ്പോ ജനങ്ങളോട് ചോദിക്കാം. നിങ്ങൾ പറയൂ. സാർ, എന്റെ ക്വസ്റ്റ്യൻ കട്ടിൽ കൂട്ടമായിട്ട് ബന്ധമുള്ളതാണ്. ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. രാഹുൽ ഗാന്ധിയുടെ ഇമേജ് എന്താണെന്നുള്ളത് അദ്ദേഹത്തെ ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. സോ സാർ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്റെ ചോദ്യം എന്താണെന്നാൽ, അദ്ദേഹത്തെ ആരും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അദ്ദേഹം കട്ടിൽക്കൂട്ടം തുടങ്ങുന്നതിന് താങ്കൾക്ക് എന്തെങ്കിലും മാറ്റം വരുമെന്ന അഭിപ്രായമുണ്ടോ? അതായത് ഇത് വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആരാണോ ഒരാളെ സീരിയസ് ആയി എടുക്കുന്നത് അയാളെക്കുറിച്ച് സംസാരിക്കുന്നു. അവരതിനുവേണ്ടി പോരാടി, ഭൂമി സംരക്ഷിച്ചു. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ഭരണത്തിൽ കൃഷിക്കാരുടെ 72,000 കോടി കടം ഇല്ലാതാക്കി. സോ രാഹുൽ ഗാന്ധി എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അത് അദ്ദേഹം വളരെ സീരിയസ് ആയി എടുക്കുന്നു. ഇതൊക്കെ വളരെ പഴയ കാര്യങ്ങളാണ്. എൻ്റെ അടുത്ത് പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം രാജ് ബവറിന്റെ മേലുള്ള അടുത്ത കുറ്റങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. താങ്കളുടെ ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്. हम तुम्हें ऐसी मौत देंगे कि लोग कुत्ते को छोड़कर तुम्हारी मौत की मिसाल देना शुरू कर देंगे. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഉത്തർപ്രദേശിന്റെ കോൺഗ്രസ് നേതാവായ രാജ് ബവർ ആണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ നേതാവും അഭിനേതാവുമായ രാജ് ബവറിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. രാജ് സാർ, താങ്കളുടെ സിനിമകളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ താങ്കൾ പറയുന്ന ഒരു ഡയലോഗ്, हम तुम्हें ऐसी मौत देंगे कि लोग कुत्ते को छोड़कर तुम्हारी मौत की मिसाल देना शुरू कर देंगे. പക്ഷേ ഇതുപോലെ തന്നെ യഥാർത്ഥ ജീവിതത്തിലും താങ്കൾക്ക് ദേഷ്യം വരുന്നത് സത്യമാണ്. ഈ ഡയലോഗ് താങ്കളുടെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറയും, ഞാനിപ്പോ നല്ല സ്വഭാവ ഗുണമുള്ളവനായി മാറി. ഞാൻ ഇപ്പോ നിങ്ങൾ ചോദിക്കുന്നോണ്ട് പറയാ, ഇവിടെ പറയില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാത്തോണ്ട് ചോദിക്കാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ നിന്നെ ഒരു പട്ടിയെക്കാളും ക്രൂരമായി കൊല്ലും. ഞാൻ വളരെ പേടിച്ചാ ഇത് പറഞ്ഞത്. ഇനിയിപ്പോ ഇവർ ഈ ക്ലിപ്പിംഗ് തന്നെ നാളെ ഇങ്ങനെ ഇട്ടുകൊണ്ട് കാണിക്കും. എപ്പോ നോക്കിയാലും ഈ ക്ലിപ്പിംഗേ വരൂ. രാജ് ബബ്ബർ ഇങ്ങനെ പറഞ്ഞു, ബ്രേക്കിംഗ് ന്യൂസ്, രാജ് ബബ്ബർ ഇങ്ങനെ സംസാരിച്ചു. പക്ഷേ താങ്കളുടെ യഥാർത്ഥ ജീവിതത്തിന്റെ ചില ക്ലിപ്പിംഗ്സ് കാണിക്കാം. താങ്കൾ ഗാസിയാബാദിൽ വോട്ട് ശേഖരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പോലീസുകാരൻ വീഡിയോ എടുത്തു. ആ പോലീസുകാരനെ താങ്കൾ എന്താണ് ചെയ്തതെന്നുള്ള വീഡിയോ ഇപ്പോൾ നമുക്ക് കാണാം. किस लिए रिकॉर्ड करा रहे भाई? बातचीत है
अगर कोई गुनाह है तो बताइए, मैं माइक नहीं है, मैं अपने घर में जो है बात नहीं कर सकता क्या? बताइए ना इंस्पेक्टर साहब, मैं पूछना चाह रहा हूँ आपसे। ऐसा है बादल जी, हाँ। हम कुछ नहीं कह रहे हैं, आप जो कर रहे हैं नहीं, आप बड़ा रिकॉर्डिंग कर रहे हैं, फोटोग्राफी कर रहे हैं, आप घर में घुस के कर रहे हैं। मैं पूछना चाहूंगा क्यों कर रहे हैं? ऐसे लोगों को तो बहुत भुगतता हुआ है, और यही लड़ने तो आऊँ कि गुंडागर्दी जो अधिकार जो वहाँ पे अपराध करने वाले उनको तो छेड़ेंगे नहीं। आज दिन गाजियाबाद का नाम बदनाम हो रहा है, टोपी पहन कर वर्दी पहन के घूम रहे हैं लोग, शर्म नहीं आती है? അത് സത്യമാണ്. എനിക്ക് ദേഷ്യം വന്നു. ഞാനിപ്പോ നിങ്ങളുടെ വീട്ടിൽ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അതായത് ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ തൊപ്പിയിട്ട ഒരു പോലീസുകാരൻ നമ്മുടെ ഫോട്ടോസും വീഡിയോസും എടുത്ത് എങ്ങനെയുണ്ടാവും പറയൂ? പക്ഷെ ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, തെറ്റാണ്. അദ്ദേഹം യൂണിഫോമിലായിരുന്നു. അല്ല, ഞാൻ എന്തിനാ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. കാക്കി ധരിച്ചവരെ നമ്മൾ എന്നും ബഹുമാനിക്കാൻ പഠിക്കണം. ഞാൻ സത്യത്തിൽ മനസ്സിലായില്ലേ? താങ്കളെ പ്രശംസിക്കുകയാണ്. അതായത് താങ്കൾ തെറ്റ് ചെയ്തത് താങ്കൾ അംഗീകരിച്ചിരിക്കുകയാണ്. അത് വളരെ നല്ല കാര്യമാണ്. ധാരാളം പേർ കോൺഗ്രസ് വർക്കേഴ്സ് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട്. ചന്ദൂരിയിലാണ് ഇത് വന്നത്. സ്റ്റേജിൽ തിരക്ക് കൂടുതലായിരുന്നു. താങ്കൾക്ക് ശരിക്കും ദേഷ്യം വന്നു. താങ്കൾ പറഞ്ഞു, ദയവ് ചെയ്ത് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, കമ്മിറ്റിക്കാരൊക്കെ വേഗം സ്റ്റേജിൽ നിന്ന് ഇറങ്ങ്. മറ്റൊരു സ്ഥലത്തും ഇതുപോലെ സംഭവിച്ചു. ലക്നൌവിലാണ് ഇത് സംഭവിച്ചത്. ധാരാളം മാലകൾ കെട്ടി താങ്കൾ ദേഷ്യം വന്ന് അതെല്ലാം വലിച്ചെറിഞ്ഞു. താങ്കൾക്ക് യഥാർത്ഥ ജീവിതത്തിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരുമോ? അതായത് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ മറക്കും. എനിക്കത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്? നമ്മുടെ പ്രിയോറിറ്റി എന്താണ്? ഞാൻ വന്ന ഉടനെ എന്നെ മാല അണിയിക്കുന്നു. മാല എന്നെ അണിയിപ്പിച്ചുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമ്മൾ എന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്? സമയം കുറവാണ്. അതുകൊണ്ട് സമയം നമ്മൾ നന്നായി ചെലവാക്കണം. ഒരു സ്റ്റേജിൽ എത്ര പേര് കയറും? നോക്കുകയാണെങ്കിൽ എന്റെ കാര്യത്തിലേ ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ. സ്റ്റേജിൽ കയറല്ലേ, സ്റ്റേജ് പൊളിയെന്ന് പറയുന്നു. അവിടെയുള്ള ലോക്കൽ ആളുകൾ അതൊന്നും ശ്രദ്ധിക്കില്ല. ആദ്യമേ ഒരിക്കൽ എന്റെ കാലൊടിഞ്ഞു. ഇനി എത്ര പ്രാവശ്യം ഒടിക്കണം? താങ്കൾക്ക് സ്റ്റേജിൽ വെച്ച് ദേഷ്യം വന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ഞങ്ങളുടെ പക്കലുണ്ട്. ആ വീഡിയോ ഇപ്പോൾ താങ്കൾക്ക് കാണിച്ചു തരാം. ദേഷ്യപ്പെട്ട് താങ്കൾ താഴേക്ക് ഇറങ്ങുന്നു. നിങ്ങൾ തന്നെ പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ. ആയിരക്കണക്കിന് ആളുകൾ താഴെ നിൽക്കുന്നുണ്ടാകും. ഞങ്ങളെപ്പോലെ, അതായത് ഞങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയക്കാർ സ്റ്റേജിൽ മുകളിൽ. അവരെല്ലാവരും വന്ന് സ്റ്റേജിൽ കയറുന്നു. പക്ഷെ വന്നവരൊക്കെ ടെൻഷനാകുന്നു. അവിടെ വന്നവരെല്ലാം സ്റ്റേജിൽ കയറി നിൽക്കണമെന്ന് വെച്ചാൽ എങ്ങനെയാ? നിങ്ങൾ തന്നെ. അതുകൊണ്ടാണ് ഞാൻ താഴേക്ക് വന്നത്. ഞാൻ താഴെ വന്ന് നിങ്ങളെ കാണാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണമോ അതേ ഞാൻ ചെയ്തുള്ളൂ. ഓഡിയൻസിന് എന്തെങ്കിലും ചോദ്യം ചോദിക്കണോ? ചോദിക്കാം. കൊടുക്കൂ, അവരുടെ കൊടുക്കൂ. സാർ, എന്റെ ചോദ്യം എന്താണെന്നാൽ, കുറച്ചു നാളുകൾക്ക് മുമ്പ് സാർ ഒരു വിഷയത്തെപ്പറ്റി പറഞ്ഞിരുന്നു. ഒരു പാവപ്പെട്ടവന് ഒരു ദിവസം 2 നേരം ആഹാരം കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. അതിന് 28 രൂപ മതിയെന്ന് പറഞ്ഞു. അതിനുശേഷം ഇക്കാര്യം പറഞ്ഞതിന് നിങ്ങൾ മാപ്പും പറഞ്ഞു. താങ്കൾ മാപ്പ് പറയേണ്ടി വന്ന ആ കമന്റ് എന്തിനാണ് പറഞ്ഞത് സർ? എനിക്ക് സന്തോഷമുണ്ട് ഈ ചോദ്യം നിങ്ങൾ എന്നോട് ചോദിച്ചതിന്. ഇന്ന് രാജ് ബബർ പിന്നെ നിങ്ങളും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉള്ളവരായിരിക്കാം. ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുമ്പോൾ ഞാൻ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നില്ല. തറയിൽ നിന്നും വന്നവനാണ്. എൻ്റെ അച്ഛനൊരു ഗുമസ്തനായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്നത്. ഞങ്ങൾ ഒരു മുറിയിൽ സർക്കാർ ക്വാർട്ടേഴ്സിലായിരുന്നു ജീവിച്ചത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളയും. എനിക്ക് ഈ സെൻസിറ്റിവിറ്റി മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് ഇതും അറിയാം. ഞാൻ എന്തിനെക്കുറിച്ചാണോ സംസാരിച്ചത്
വയറ് നിറയാത്തവരെ പറ്റിയാണ് ഞാൻ സംസാരിച്ചത്. ആ 12 രൂപയുടെ കാര്യം വിട്ടേക്കൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുജറാത്തിലെ ആനന്ദ്ഭായ് പട്ടേലിന്റെ ഭരണത്തെ നോക്കൂ. അവരവരുടെ പ്രിൻസിപ്പിൾ പ്രകാരം 10 രൂപയ്ക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പാവപ്പെട്ടവൻ അവന്റെ ആദർശത്തിൽ ഞാൻ ഏത് ആദർശത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്? പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ഒഡീസയിൽ പോയി നോക്കൂ. പട്നായക് സാറിന്റെ ഭരണം. അവിടെ പോയി നോക്കിയാൽ ഡൽഹിയിൽ ഒരു മിനിറ്റ് രാജ്ബവർ സാർ, അവർക്ക് വേണ്ടി ഞാൻ താങ്കളോട് ഒരു ചോദ്യം ചോദിക്കാം. ഈ സ്റ്റേറ്റ്മെന്റ് താങ്കൾ നൽകിയത് ജൂലൈ 25, 2013. അപ്പോൾ മഹാരാഷ്ട്രയിലും കോൺഗ്രസിന്റെ ഭരണമാണ്, അതുപോലെ ഡൽഹിയിലും കോൺഗ്രസിന്റെ ഭരണമാണ്. അപ്പോഴാണ് താങ്കൾ പറഞ്ഞത് ഇപ്പോഴും മുംബൈയിൽ 5 രൂപയ്ക്കും 12 രൂപയ്ക്കും ആഹാരം കഴിക്കാമെന്ന്. 12 രൂപയ്ക്ക് വടപാവ് പോലും കിട്ടില്ലല്ലോ. ഞാനിതിന് ഉത്തരം പറയാം. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ മനസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, എവിടെ ഒരിടത്ത് നമ്മൾ മിഡിൽ ക്ലാസ്സിൽ ഉള്ളവരാണ് മിഡിൽ ക്ലാസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്ന് ആ വ്യക്തിയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എല്ലാ ടെലിവിഷനിലും അദ്ദേഹത്തെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ജഡം ദഹിപ്പിക്കാൻ വിറകുകൾ ഇല്ല, അറിയോ? അദ്ദേഹം ഒരു മുള വെച്ച് കെട്ടി അത് വലിച്ചുകൊണ്ടുപോയി. ഒരിക്കൽ മാത്രം അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. 7 കിലോമീറ്റർ വലിച്ചുകൊണ്ടുപോയിരിക്കുന്നു. വഴിയിൽ വെച്ച് മീഡിയ ആളുകൾ കണ്ടിരിക്കുന്നു. അവരാണ് ആ ഏർപ്പാടുകൾ ചെയ്തു കൊടുത്തത്. അവിടെ എങ്ങനെയുള്ള ഗ്രാമങ്ങളാ ഉള്ളതെന്ന് വെച്ചാൽ, അവിടെ ആരെങ്കിലും മരിച്ചാൽ അവർക്ക് ആ ശവം കൊണ്ടുപോകാൻ പോലും കയ്യിൽ കാശുണ്ടാവില്ല. അവർ ആ ശവത്തിന്റെ എല്ലുകൾ പൊട്ടിക്കും. അവർ കാല് പൊട്ടിക്കും, കൈ പൊട്ടിക്കും, മുട്ടു പൊട്ടിക്കും. എന്നിട്ടെല്ലാം ഒന്നിച്ച് മുളയിൽ കെട്ടി കൊണ്ടുപോകും. ഞാൻ അങ്ങനെയുള്ള വ്യക്തിയെക്കുറിച്ചാണ് സംസാരിച്ചത്. താങ്കൾ പറയുന്നത് സത്യമാണ്. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, പ്ലീസ്. താങ്കൾ പറയുന്നത് അംഗീകരിക്കുകയാണ്. താങ്കൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെ കുറിച്ച് പറയുകയാണ്, അത് ഞാൻ അംഗീകരിക്കുകയുമാണ്. പക്ഷേ 12 രൂപയ്ക്ക് ആഹാരം കിട്ടുമ്പോൾ താങ്കൾ എന്തിനാണ് മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുന്നത്? എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ കുട്ടികൾ ഇവിടെ വെച്ച് റിയാക്ട് ചെയ്തില്ലേ? കാരണം മിഡിൽ ക്ലാസ്സിലുള്ളവർ ടെലിവിഷനിൽ ഈ സമൂഹത്തിൽ നടക്കുന്നതിനെക്കുറിച്ച് കാണിച്ചില്ലേ? അതായത് ഞാൻ എന്തിനു വേണ്ടി ക്ഷമ ചോദിച്ചു? നിങ്ങളും നിങ്ങളുടെ ജീവിതം വളരെ ഹാർഡ്ഷിപ്പിലാണ് തുടങ്ങിയതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എനിക്കിത് പറയാൻ കഴിയില്ല, പക്ഷേ എങ്കിലും എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ ജീവിതം എവിടെ നിന്ന് എവിടെ വരെ എത്തിച്ചിരിക്കുന്നു എന്ന്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ടെലിവിഷൻ ചാനൽസ് ഇല്ലേ, അതിൽ ഏത് റെസ്റ്റോറൻറ്റിൽ വടാപാവ് എന്ത് റേറ്റിൽ കിട്ടുമെന്ന് പറയുന്നു. ഞാനിപ്പോ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറിയതിന് കാരണം, ഇപ്പോഴും ദാദർ കഴിഞ്ഞ് രാജ് റെസോയ് എന്നൊരു ഹോട്ടലുണ്ട്. അതിനും എനിക്ക് ബന്ധമില്ല. രാജ് റെസോയ് എന്ന് പറഞ്ഞ കടയിൽ അവിടെ ഒരു കുടുംബമുണ്ട്. ഇപ്പോഴും അവർ 12 രൂപയ്ക്കാണ് ഭക്ഷണം നൽകുന്നത്. അതുകൊണ്ട് എന്റെ വായിൽ അങ്ങനെ വന്നു. എന്റെ അളിയൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അങ്ങനെ പറയുന്നു? ഞാൻ മിണ്ടാതിരുന്നു. എനിക്കറിയാം ഈ വേദന മിഡിൽ ക്ലാസ്സിലുള്ളവർ അനുഭവിച്ചിരിക്കുന്നു. ഞാൻ അതിനെ കളിയാക്കിയിരിക്കുന്നു. സത്യത്തിൽ ഞാൻ കളിയാക്കണമെന്ന് വിചാരിച്ചതല്ല. വിശദമായി പറയണമെങ്കിൽ ഞാൻ ആ വേദന, എന്തുകൊണ്ട് 28 രൂപയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു, അതായത് ബിലോ പോവർട്ടി ലൈൻ, അതിനെക്കുറിച്ച് ഞാൻ എന്തിന് സംസാരിച്ചു എന്ന് വെച്ചാൽ, അപ്പൊ അങ്ങനെ സംസാരിച്ചത് അവർക്ക് വേണ്ടി മാത്രമാണ്. അവർക്ക് ഭക്ഷണമാണ് പ്രധാനം. അവർ വയറു നിറച്ച് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. റിക്ഷ ഓടിച്ച് കഠിനാധ്വാനം ചെയ്യും. ഞാൻ അവർക്ക് വേണ്ടിയാണ് അങ്ങനെ സംസാരിച്ചത്. രാജ്ബവർ സാർ, താങ്കളോട് ഞങ്ങൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. സിനിമയെക്കുറിച്ച് ചോദിച്ചു, രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിച്ചു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കെ അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ സ്മിത ഗുപ്തയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ആപ്കെ അദാലത്തിൽ ഉത്തർപ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റായ രാജ് ബവറിനോടാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. അദ്ദേഹത്തിന്റെ ഫിലിം കരിയറിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ദേഷ്യത്തിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച്, ഉത്തർപ്രദേശിലെ രാഷ്ട്രീയത്തെക്കുറിച്ചും ചോദിച്ചു. ഇപ്പോൾ ആപ്കെ അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ സ്മിത ഗുപ്തയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. രാഷ്ട്രീയ കളികൾ കളിക്കുന്നതിന് പൊതുവെ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം പൊതുജനങ്ങൾക്കറിയാം. പക്ഷേ രാജ് ബബ്ബർ സർ അത് സത്യമല്ലെന്നുള്ള കാര്യം തെളിയിച്ചു കാണിച്ചിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ 27 വർഷമായിട്ട് രാഷ്ട്രീയത്തിൽ തന്നെയുണ്ട്. അതായത് കോൺഗ്രസ് പാർട്ടി ഉത്തർപ്രദേശ് മണ്ഡലത്തിൽ ഇല്ലാത്ത സമയം മുതൽ അദ്ദേഹമുണ്ട്. കൂടാതെ അദ്ദേഹം ഒരു കാര്യം തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം എത്ര കഴിവുള്ള കലാകാരനാണ്. അതുപോലെ തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലും തന്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നു. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്, അദ്ദേഹം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പങ്കെടുക്കുന്ന സമയത്ത് ആ നാളുകളിൽ ഷാറുഖ് ഖാൻ അദ്ദേഹത്തിന്റെ അഭിനയം കണ്ട് വളരെ ഇംപ്രസ് ആയിട്ടുണ്ട്. അദ്ദേഹം 3 തവണ പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്.
രാജ്യസഭയിൽ 2ാമത് സീറ്റ് നേടി. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് 8 വർഷങ്ങൾ കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയും ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ വർക്ക് കണ്ട് വളരെ ഇംപ്രസ് ആയിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം UPCC നേതാവായിട്ടും നിയമിക്കപ്പെട്ടിട്ടുണ്ട്. ഇക്കാലത്തും കൂടെ അദ്ദേഹം ഓരോരോ ചോദ്യങ്ങൾക്കും വളരെ മികച്ച രീതിയിൽ അദ്ദേഹം മറുപടി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ നീതിപീഠം എല്ലാവിധ കുറ്റങ്ങളിൽ നിന്നും മോചിതനാക്കിയിരിക്കുന്നു. ഏത് കഴിവുകൊണ്ടാണോ ഷാരൂഖ് ഖാനെ രാജ്ബവാർ സാർ ആകർഷിച്ചത്, ഏത് കഴിവുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ ആകർഷിച്ചത്, അതേ ഗുണത്തോടുകൂടി ജനങ്ങളെയും അദ്ദേഹം സേവിക്കണം, നിറയെ സിനിമകൾ അഭിനയിക്കണം, ജനങ്ങളെ എന്റർടൈൻ ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ വിശ്വാസത്തോടുകൂടി ഇന്നത്തെ ഈ ഷോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പ്രാവശ്യം പുതിയൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.